പ്രിയപ്പെട്ടവരെ, MGM വിജയപാതയിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ ക്രോസ് റോഡിൽ +2 കഴിയുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം ഉയരും. ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? അഭിരുചിക്കൊത്തതാണോ വിജയസാധ്യതയ്ക്കൊത്തതാണോ തിരഞ്ഞെടുക്കേണ്ടത്? തീരുമാനമെടുക്കുക ദുഷ്കരമായ ഒരു കർമ്മമാവും. വിദ്യാഭ്യാസം എന്നത് കേവലം ഉദ്യോഗം നേടുന്ന കർമ്മത്തിനു വേണ്ടിയുള്ള വഴി മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിയെ അവൻ്റെ വ്യക്തിത്വ പൂർണിമയിലേക്ക്, അവൻ്റെ അഭിരുചികളുടെ ഉന്നമനത്തിലേക്ക്, അവനെ പൂർണ്ണമായ വ്യക്തിത്വത്തിനുടമയായ മനുഷ്യനിലേക്ക് നയിക്കുന്ന പരിണാമ പ്രക്രിയയാണ്. ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ സീബ്രയാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തിൽ ഒരുപാട് സീബ്രകളുണ്ട്. കാഴ്ചയിൽ എല്ലാ സീബ്രകളുടെയും വരകൾ ഒരുപോലെയാണ്. ബട്ട് ദർ ആർ നോ ടു സീബ്രാസ് വിത്ത് ഐഡൻറ്റിക്കൽ ഡിസൈൻസ്. ഓരോ സീബ്രയുടെയും വരകൾ വ്യത്യസ്തം തന്നെയാണ്. അതുപോലെ ഓരോ കുട്ടിയുടെയും അഭിരുചിയും പൊട്ടൻഷ്യലും ടാലൻറ്റും വ്യത്യസ്തമാണ്. അത് കണ്ടെത്തുക, അവനിലെ അല്ലെങ്കിൽ അവളിലെ സീബ്ര ലൈൻ അടയാളപ്പെടുത്തുകയും ജീവിത വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്ന ടോർച്ച് ബെയററിൻ്റെ, പ്രകാശം വഹിക്കുന്നവൻ്റെ ജോലിയാണ് ഓരോ വിദ്യാഭ്യാസ പ്രവർത്തകനും വിദ്യാഭ്യാസ സ്ഥാപനത്തിനും നിർവഹിക്കാനുള്ളത്. മാതൃകാപരമായി 25 വർഷക്കാലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ആഴത്തിൽ വേരുകൾ പതിപ്പിക്കാൻ കഴിഞ്ഞ MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഫാർമസി കോളേജുകൾ എന്നിവ വിവിധങ്ങളായ കോഴ്സുകളുടെ കലവറ കുട്ടികൾക്കായി അനാവരണം ചെയ്യുന്നു. പുതുതലമുറയിൽ പഠിക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വ്യത്യസ്തമായ പഠന രീതി. ജീവിതം എന്നത് സമരങ്ങളുടെ, പലപ്പോഴും സമരസപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വെല്ലുവിളികളുടെയൊക്കെ കൂടാരമാണ്. വെല്ലുവിളികളിൽ തകർന്നു പോകുന്നവരെയല്ല, വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്നവരെയാണ് വരും കാലത്തിൻ്റെ തലമുറകൾക്ക് ആവശ്യം. വർത്തി സിറ്റിസൺസ് ഓഫ് ദ വേൾഡായി മാറാൻ, ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറുവാൻ നമ്മുടെ കുട്ടികൾക്ക് വഴികാട്ടികളാകണം നമ്മൾ ഓരോരുത്തരും. പണ്ട് സൂറിച്ചിലെ പോളിടെക്നിക്കിൽ ശാസ്ത്രത്തിൽ ഡിപ്ലോമ നേടുവാൻ പഠിക്കുവാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ ഒരു കുട്ടിയുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെ, തയ്യാറെടുപ്പോടെ പിന്നീട് അവൻ പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്തു. എങ്കിലും ആദ്യം പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച ആ കുട്ടിയെ ചിലരെങ്കിലും വേണ്ടത്ര കഴിവുകളില്ലാത്തവൻ, വൈജ്ഞാനിക പ്രതിഭയില്ലാത്തവനെന്ന് വിലയിരുത്തിയിട്ടുണ്ടാകും. അന്ന് നിരാശനായിട്ടുണ്ടാകും ആ കുട്ടി. ആ കുട്ടിയുടെ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നാണ്. ഞാൻ മാധ്യമരംഗത്ത് കടന്നു വരുന്നത് എൻ്റെ 15ാമത്തെ വയസ്സിൽ ആകാശവാണിയിലൂടെയാണ്. അതിനും 20 വർഷങ്ങൾക്ക് മുൻപ് അതേ ആകാശവാണിയിൽ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകുവാൻ വേണ്ടി അപേക്ഷിച്ച മനുഷ്യൻ എറണാകുളത്ത് നിന്ന് തീവണ്ടിക്കൂലി കടം വാങ്ങി തിരുവനന്തപുരത്തെത്തി ഓഡിഷൻ ടെസ്റ്റിൽ പങ്കെടുക്കാൻ. ഓഡിഷൻ ടെസ്റ്റ് നടത്തിയ വിദഗ്ധ സമിതി വിലയിരുത്തിയിട്ട് അഭിപ്രായം പറഞ്ഞു, പോരാ, ഇയാളുടെ ശബ്ദം ഇമ്പമില്ല കേൾക്കാൻ, അതുകൊണ്ട് തന്നെ ശ്രോതാക്കളിൽ കമ്പം ജനിപ്പിക്കില്ല, ഇയാൾ കാഷ്വൽ ആർട്ടിസ്റ്റ് ആകാൻ യോഗ്യനല്ല. കടം വാങ്ങിയാണ്, തീവണ്ടിക്കൂലി കടം വാങ്ങിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർലൈൻസിൻ്റെ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഫ്ലയറിനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. ഇമ്പമില്ലാത്ത, കേൾക്കാൻ കമ്പമില്ലാത്ത എന്ന് വിലയിരുത്തപ്പെട്ട അന്നത്തെ ആ കലാകാരൻ്റെ പേര് എനിക്കറിയാം, ഡോക്ടർ KJ യേശുദാസ്. പക്ഷെ പിന്നീട് ഐൻസ്റ്റീനോളം പോന്ന ശാസ്ത്രമനീഷിയെയോ യേശുദാസിനേക്കാൾ ഉജ്ജ്വലമായ ഗന്ധർവനാദത്തിനെയോ നമ്മൾ അറിയുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതം കേവലമായ പരാജയങ്ങൾക്കപ്പുറത്ത് അന്തിമമായ വിജയങ്ങൾക്കു വേണ്ടി പൊരുതാനും കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനുമുള്ള ശക്തമായ ഒരു യാത്രയാണ്, ഒരു പ്രയാണമാണ്. ആ പ്രയാണത്തിൽ നിങ്ങളെ സഹായിക്കുക എന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ദൗത്യം. മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒട്ടനവധി വിദ്യാഭ്യാസ അവസരങ്ങളുടെ വലിയൊരു ഹൈവേ, രാജപാതയാണ് നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാകണം ഒരു യഥാർത്ഥ പൗരനെ വളർത്തിയെടുക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യവുമുണ്ട് MGMൻ്റെ സാരഥികൾക്ക്. ആധുനിക ലോകത്തിലെ സാങ്കേതിക വിദ്യയിൽ, എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ വിവിധങ്ങളായ വിഷയങ്ങൾ അഭ്യസിക്കുക എന്നത്, പഠിക്കുക എന്നത്, സ്വന്തം ബൗദ്ധിക നിലവാരത്തിനനുസരിച്ച് അവയെ പരുവപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകം വളരെ വേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഇപ്പോഴിതൊരു അടച്ചിടൽ കാലമാണ്.
ഒരു സൂക്ഷ്മാണുവിൻ്റെ മുന്നിൽ മനുഷ്യകുലം മുഴുവൻ യുദ്ധം ചെയ്യുന്ന ഒരു വർഗസമരത്തിൻ്റെ കാലം. ഈ കാലത്ത് പോലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസം കൃത്യമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചിന്താധാരകൾ, മനുഷ്യൻ്റെ വികസന സ്വപ്നങ്ങളൊക്കെ തന്നെ വല്ലാതെ വേഗത്തിൽ വളരുന്നു എന്ന തിരിച്ചറിവ് കൊണ്ടാണ്. +2 കഴിഞ്ഞ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ, രക്ഷകർത്താക്കളോടും കുട്ടികളോടുമായാണ് ഞാൻ സംസാരിക്കുന്നത്, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് എവിടെ പഠിക്കണം എന്നും തീരുമാനിക്കേണ്ടതുണ്ട്. എവിടെ പഠിക്കണം എന്ന ചോദ്യം സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ഫാർമസി വിദ്യാഭ്യാസ രംഗത്തും പോളിടെക്നിക്കുകളിലും ആകുമ്പോൾ എൻ്റെ ചോയ്സ് MGM എന്നാണ്. MGM കോളേജിലെ കോഴ്സുകളെക്കുറിച്ച് മാത്രമല്ല നമ്മൾ അറിയേണ്ടത്. പൊതുവെ +2 കഴിയുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന വിദ്യാഭ്യാസ അവസരങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ കരിയർ വഴികൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച കരിയർ ഗൈഡൻസ് സ്പെഷ്യലിസ്റ്റായ കരിയർ ഗുരു ഡോക്ടർ MS ജലീൽ എന്നോടൊപ്പമുണ്ട്. അറിവും വിജയവും വിശന്നു വലഞ്ഞ സിംഹങ്ങളാണ്. വരൂ എന്ന് വിളിക്കുമ്പോൾ വാലാട്ടി പിറകെ വരുന്ന നായ്ക്കുട്ടികളോ ആട്ടിൻപറ്റങ്ങളോ അല്ല അവ. മറിച്ച് ഒരു കാട്ടിലെ ഗുഹയ്ക്കകത്ത്, ഇരുണ്ട കാട്ടിലെ ഗുഹയ്ക്കകത്ത് വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരു സിംഹമാണ് അറിവും വിജയവും. പക്ഷെ നിങ്ങൾക്ക് ആ സിംഹത്തെ കീഴടക്കാൻ കഴിയും. നിങ്ങളുടെ പ്രജ്ഞയുടെ ഉചിതമായ തീരുമാനങ്ങളുടെ വെളിച്ചത്തിലൂടെ ആ വനാന്തരങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ, ആ സിംഹത്തെ യുദ്ധത്തിന് ക്ഷണിക്കാൻ കഴിഞ്ഞാൽ, ആ സിംഹവുമായുള്ള നിരന്തര യുദ്ധത്തിനൊടുവിൽ അത് നിങ്ങളുടെ വാഹനമാകും. ദാറ്റ് വിൽ ടേക്ക് യു ടു ദ സെനിറ്റ്സ് ഓഫ് സക്സസ്. വിജയത്തിൻ്റെ മഹാഗോപുരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അതിന് കഴിയും. നിരന്തരമായ അധ്വാനവും ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടി നിറഞ്ഞ മനസ്സുമാണ് ആദ്യം വേണ്ടത്. പണ്ടൊരാൾക്ക് ഒരു കുതിരയുണ്ടായിരുന്നു എന്നല്ല, കുതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ വൈകുന്നേരം, എല്ലാ പ്രഭാതങ്ങളിലും അദ്ദേഹം ആ കുതിരയുമായി സവാരിക്കിറങ്ങും. ഒരു പുൽമൈതാനത്തിൽ കുതിരയെ മേയിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരു വലിയ കുഴിയിലേക്ക് ആ കുതിര വീണുപോയി. കുഴിയിൽ വീണ കുതിര തിരികെ കയറാൻ ഒന്ന് ശ്രമിച്ചു, കഴിഞ്ഞില്ല. കുതിരയെ തിരികെ കയറ്റാൻ അയാളും ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഒടുവിൽ നിഷ്ഫലമാണ് ആ ഉദ്യമങ്ങൾ എന്ന് മനസ്സിലാക്കിയപ്പോൾ വേദനയോടെയാണെങ്കിലും അയാൾ തീരുമാനിച്ചു ആ കുഴിയിൽ തൻ്റെ കുതിരയെ മൂടുക, ആ കുഴിയിൽ തൻ്റെ കുതിരയുടെ ഉദകക്രിയകൾ നടത്തുക. അയാൾ ഒരു കൈക്കുമ്പിൾ മണ്ണെടുത്ത് ആ കുഴിയിലേക്കിട്ടു. തലയിൽ മണ്ണ് വീണപ്പോൾ കുതിര ഒന്ന് കുതറി. ആ കുതറലിൽ കുതിര ഒരല്പം മുകളിലേക്ക് ഉയർന്നു. പിന്നീട് ഓരോ തവണ ശിരസിൽ മണ്ണ് വീഴുന്തോറും കുതറി കുതിര കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുകളിലെത്തി പുൽമൈതാനത്തിൽ വിജയത്തിൻ്റെ പുല്ലുമേഞ്ഞ് നടന്നു. ഇതൊരു പ്രതീകമാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ കൃത്യമായി അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുവാൻ കഴിയുന്ന അശ്വങ്ങളായി എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ മാറുക. നിങ്ങളുടെ പ്രതിഭയും ബുദ്ധിയും കഠിനാധ്വാനവും മാത്രമല്ല, അർപ്പണബോധം, ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ്, പൂർണ്ണവും സമഗ്രവും ആത്മസമർപ്പണത്തോടു കൂടിയുള്ളതുമായ ലയനം സാധ്യമാകുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ അഥവാ ലക്ഷ്യം തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്കുള്ള യാത്രയാണ് നിങ്ങളുടെ ജീവിതം. ശരിയായ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ പദം വയ്പ്പുകളോടെ എത്തുവാൻ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലത്ത് നിങ്ങളെ സഹായിക്കുവാനാണ് ഇന്നത്തെ ഈ വെബിനാർ. അതുകൊണ്ട് തന്നെയാണ് MGM ഗ്രൂപ്പ് നടത്തുന്ന ഈ വെബിനാറിന് അങ്ങനെ തന്നെ പേരിട്ടത്, MGM വിജയപാത, ഗേറ്റ്വേ ടു സക്സസ്. പ്രകാശത്തെ വളച്ചവൻ എന്നറിയപ്പെട്ട, വെളിച്ചത്തെ വളച്ചവൻ എന്നറിയപ്പെട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സ്വന്തമാക്കിയവരിൽ ഒരാളായ നരീന്ദർ സിംഗ് കപാനി എന്ന ഇന്ത്യൻ വംശജനായ അമേരിക്കയിലെ ശാസ്ത്രജ്ഞനെ, ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവിനെ അടക്കം ഇച്ഛാശക്തിയുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഉദാഹരണങ്ങൾ ഒരുവനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണോ എന്ന് ആൽബർട്ട് ഷ്വൈറ്റ്സറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോ, ദേ ആർ ദ ഓൺലി സോഴ്സസ് എന്നാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ട ഒരേ ഒരു ഘടകം ഉദാഹരണമാണ് എന്നാണ് ഷ്വൈറ്റ്സറിൻ്റെ അഭിപ്രായം. നിങ്ങളുടെ മുന്നിലൂടെ നടന്നുപോയ വിജയികളുടെ കാലടിപ്പാടുകളെ ഒന്ന് സ്പർശിക്കുവാൻ കഴിഞ്ഞാൽ, അവരുടെ വിജയ വഴികൾ അടയാളപ്പെടുത്തപ്പെട്ട രീതി തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ,
നിങ്ങളെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ വിജയപാത എന്ന് അവിടെ അടയാളപ്പെടുത്താൻ കഴിയും. ഒരുപാട് പേർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച്. ഓടാൻ ആഗ്രഹിച്ച പെൺകുട്ടി, കാലില്ലാത്ത കുട്ടി, അരയ്ക്ക് കീഴെ തളർന്നുപോയ ശോഷിച്ച കാലുകളുള്ള നടക്കാൻ കഴിയാത്ത കുട്ടി, ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുവാൻ ആഗ്രഹിച്ചു, ക്രച്ചസ് വാങ്ങിക്കൊടുത്തപ്പോൾ ക്രച്ചസ് ഉപയോഗിച്ച് നടന്നു, മൈതാനത്തിൽ ചെന്ന് ഓടുന്നത് കണ്ടപ്പോൾ ഓടാൻ ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹങ്ങൾ, അവളുടെ ഇച്ഛാശക്തി ഒടുവിൽ സ്വർണ്ണ മെഡലുകൾ 1960 ഒളിമ്പിക്സിൽ വാരിക്കൂട്ടിയ മഹാപ്രതിഭയായി അവളെ മാറ്റിയപ്പോൾ വിൽമാ റുഡോൾഫ് എന്നവളെ ചരിത്രം വിളിച്ചു. 9-ാമത്തെ വയസ്സിൽ ക്രൂരമായി മോളസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു പെൺകുട്ടിയുണ്ട്. 14-ാമത്തെ വയസ്സിൽ അമ്മയായ പെൺകുട്ടി, ജീവിതം വല്ലാതെ വഴിമുട്ടിപ്പോയ പെൺകുട്ടി, ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വനിതകളിൽ ഒരാളായി പിന്നീട് ചരിത്രം അവളെ അടയാളപ്പെടുത്തിയപ്പോൾ ഓപ്പറ വിൻഫ്രേ എന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭയായ മാധ്യമ വ്യക്തിത്വമായി ആ പെൺകുട്ടി മാറി. വെല്ലുവിളികളെ അതിജീവിച്ചവരുടെ ചരിത്രങ്ങൾ നിരവധിയാണ്. നമ്മുടെ മുന്നിലുമുണ്ടല്ലോ നിരവധി വെല്ലുവിളികൾ, പ്രളയത്തിൻ്റെ, രോഗത്തിൻ്റെ ഒക്കെ വെല്ലുവിളികൾ. അതിനെല്ലാം അതീതമാണ് അറിവും അറിവിനെ കീഴടക്കുവാനുള്ള അദമ്യമായ ആഗ്രഹവും. കൃത്യമായ അവസരങ്ങൾ ഒരുക്കുവാൻ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കാനും വിജയത്തിൻ്റെ വഴികളിലേക്ക് യാത്ര ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയണം എന്ന ആശംസകളാണ് എനിക്കുള്ളത്. കാരണം വരും കാലത്തിലേക്ക് വഴിയൊരുക്കുക എന്നതാണ് പ്രധാനം. ആ വഴികളിലൂടെ സഞ്ചരിച്ച് വരും കാലങ്ങളിൽ വിടരുന്ന നറും പൂക്കളായി നിങ്ങൾ മാറുമ്പോൾ, നിങ്ങളിൽ നിന്ന് പടരുന്ന സൗരഭ്യം വിജയത്തിൻ്റേതാകുമ്പോൾ അത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു തലമുറയുടെ സ്മൃതികൾക്കും ഓർമ്മകൾക്ക് കൂടുതൽ ആവേശം പകരും. നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന തലമുറകൾക്ക് അത് വഴികാട്ടിയും ആകും. ഡോക്ടർ ജലീൽ നിങ്ങളോട് +2 കഴിഞ്ഞാലുള്ള വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ച്, പഠന സാധ്യതകളെക്കുറിച്ച് ഈ വെബിനാറിൽ കുറച്ചു നേരം ഇപ്പോൾ സംസാരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമസ്കാരം. ഞാൻ കരിയർ ഗുരു ജലീൽ എം.എസ്. കേരളത്തിൽ ആകമാനം വ്യാപിച്ചു കിടക്കുന്ന MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ പ്രോഗ്രാമിലാണ് നാം എല്ലാവരും ഉള്ളത്. കോവിഡ് ഭീതി പരത്തിയ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാപനങ്ങൾ അവരുടെ മത്സര പരീക്ഷകൾ പോലും, പ്രവേശന പരീക്ഷകൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല. പൊതുവേ ഈ ഒരു സമയത്ത് അഡ്മിഷൻ ആരംഭിച്ച് കോഴ്സുകൾ തുടങ്ങേണ്ട ഒരു സമയമാണിത്. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഈ സമയവും കടന്നു പോകും. സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായി കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഓരോരുത്തരുടെയും കരിയർ അവതാളത്തിലാവുമെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. +2-ൻ്റെയൊക്കെ റിസൾട്ടൊക്കെ വന്ന് ഇനി അങ്ങോട്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന ആശങ്കകൾ ഒഴിയാതെയാണ് പലപ്പോഴും നാം ഇപ്പോൾ നിൽക്കുന്നത്. പൊതുവെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, +2 കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആജീവനാന്തം ജീവിതമാർഗം തേടേണ്ട കോഴ്സുകളും കരിയറുകളുമാണ് ഇനി അടുത്ത നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സൂക്ഷ്മമായ, കൃത്യമായ, കാര്യക്ഷമമായ തിരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ്. പൊതുവെ +2 കഴിഞ്ഞ ആളുകൾക്കുള്ള കോഴ്സുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയുക, പൊതുവെ നിങ്ങളുടെ വർഗീകരണം, ക്ലാസിഫിക്കേഷൻ കൃത്യമായി കുറച്ചുകൂടി യുക്തിഭദ്രമായി ചെയ്തു കഴിഞ്ഞാൽ കോഴ്സ് തിരഞ്ഞെടുക്കുന്നിടത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാവില്ല. അതെങ്ങനെ ആവണം, +2 സയൻസുകാരും +2 ഹ്യൂമാനിറ്റീസുകാരും +2 കൊമേഴ്സുകാരും തിരഞ്ഞെടുക്കുന്നിടത്ത് ഈ യുക്തിഭദ്രമായ ഒരു തിരഞ്ഞെടുപ്പ് ക്ലാസിഫിക്കേഷൻ, കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പിനുള്ള ഒരു വർഗീകരണം അത് കൃത്യമായിരിക്കണം. നമുക്ക് ഒരു വിശാലമായ അടിസ്ഥാനത്തിൽ ഒരു 3 വിഭാഗങ്ങളായി കോഴ്സുകളെ വകതിരിക്കാം. ഒന്ന്, അടിസ്ഥാന ഡിഗ്രി കോഴ്സുകൾ, നമ്മൾ ട്രഡീഷണൽ ഡിഗ്രി കോഴ്സുകൾ എന്നൊക്കെ പറയുന്ന പൊതുവായ ഡിഗ്രി പഠനത്തിനുള്ള കോഴ്സുകൾ. രണ്ടാമത്തേത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ. മൂന്നാമത്തേത്
ഹ്രസ്വകാല തൊഴിൽജന്യമായ കോഴ്സുകൾ. ഈ 3 ക്ലാസിഫിക്കേഷനും ഈ 3 തരത്തിലുമുള്ള കോഴ്സുകൾ എല്ലാ വിഭാഗക്കാർക്കും ലഭ്യമാണ്. നമുക്ക് അടിസ്ഥാന ഡിഗ്രികളെക്കുറിച്ച് സംസാരിച്ച് നോക്കാം. പൊതുവെ സയൻസുകാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി, ജിയോളജി ഇത്തരം കോഴ്സുകൾ അടിസ്ഥാന ഡിഗ്രി കോഴ്സുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് അടിസ്ഥാന ഡിഗ്രി കോഴ്സുകളുടെ പ്രത്യേകത? അതിന് ഒരുപാട് കോഴ്സ് ഓപ്പണിങ്സ് ഉണ്ടാവും. ഒരുപാട് വീണ്ടും രസകരമായ വ്യത്യസ്തമായ തലങ്ങളിൽ കോഴ്സുകളെ വർഗീകരിച്ച് ഉപരിപഠനത്തെ കൃത്യമായി പിൻപോയിൻ്റ് ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നതാണ് അടിസ്ഥാന ഡിഗ്രി പ്രോഗ്രാമുകളുടെ ഒരു പ്രത്യേകത. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഒരുപാട് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിലേക്ക് ഈ അടിസ്ഥാന ഡിഗ്രികളിൽ നിന്ന് നമുക്ക് കടന്നു പോവാം. ഉദാഹരണത്തിന് ഫിസിക്സ് മാത്രം ഏകദേശം 450-ലധികം കോഴ്സ് ഓപ്പണിങ്സ് ഉണ്ട്. രണ്ടാമത്തെ ഒരു അടിസ്ഥാന ഡിഗ്രികളിൽ തന്നെ നമുക്ക് വീണ്ടും വർഗീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ ബേസിക് ഡിഗ്രികൾ എന്ന് പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി. രണ്ടാമത്തേത് കുറച്ചുകൂടി സ്പെസിഫിക്കായ പ്രോഗ്രാമുകൾ. ഉദാഹരണത്തിന് മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾ. ഇത്തരം കോഴ്സുകളുടെ പ്രത്യേകത, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ കോഴ്സുകളുടെ അത്ര ഓപ്പണിങ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല, വളരെ സ്പെസിഫിക്കാണ്. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ മൈക്രോബ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. വളരെ കൃത്യമായി പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, വൈറോളജി പോലുള്ളതും കുറച്ചുകൂടി തൊഴിൽജന്യമായ പ്രത്യേക മേഖലകൾ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പോലെ, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പോലുള്ള കോഴ്സുകളിലേക്കും മൈക്രോബയോളജിയിൽ നിന്ന് മാറാം. മൂന്നാമത്തൊരു വിഭാഗം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സെമി പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, BCA പോലുള്ള പ്രോഗ്രാമുകൾ ഈ ഒരു മേഖലയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അടിസ്ഥാന ഡിഗ്രി പ്രോഗ്രാമുകൾ വീണ്ടും നമുക്ക് വർഗീകരിച്ച് 3-4 കാറ്റഗറി ആയിട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പൊതു കാറ്റഗറിയിൽ പൊതുവായി പറയുന്ന 3 എണ്ണം, ഒന്ന് അടിസ്ഥാന ഡിഗ്രി പ്രോഗ്രാമുകൾ, രണ്ടാമത്തേത് പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമുകൾ, മൂന്നാമത്തേത് ഹ്രസ്വകാല തൊഴിൽജന്യ കോഴ്സുകൾ. ഇനി പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ് എടുക്കുന്നതെങ്കിൽ അതിൽ BTech വരുന്നു. മാത്സ് ഓറിയൻറ്റേഷനുള്ള, മാത്സിനോട് ആഭിമുഖ്യമുള്ള ആളുകൾക്ക് എൻജിനീയറിംഗ് നല്ലതാണ്. അതോടൊപ്പം ബയോളജി ഓറിയൻറ്റേഷൻ വരുന്ന കുട്ടികൾക്ക് മെഡിസിൻ, അലൈഡ് മെഡിസിൻ, അലൈഡ് ഹെൽത്ത് സയൻസ് നമ്മൾ പറയുന്നത് പോലെ അലൈഡ് സയൻസ് കോഴ്സുകൾ, ഇത്തരം കോഴ്സുകളിലേക്ക് മാറാം. ഇത് തന്നെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. മെഡിക്കൽ കോഴ്സുകളിൽ പ്രാക്ടീസിങ് കരിയറുകൾ, MBBS, BDS, BAMS, BUMS, BSMS, ഹോമിയോ, ഇത്തരം കോഴ്സുകൾ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പുറമേ വരുന്നത് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ. അതുതന്നെ പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്, ഫാർമസി, നഴ്സിംഗ്, ലാബ് ടെക്നോളജി, റേഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഫിസിയോതെറാപ്പി, കാർഡിയാക്, ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ഡയാലിസിസ്, ബ്ലഡ് ബാങ്കിങ്, അനസ്തേഷ്യ, അങ്ങനെ ഒരുപാട് വർഗീകരണങ്ങളുണ്ട് കോഴ്സുകൾ. ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് മെഡിക്കൽ അലൈഡും മെഡിക്കൽ ഹെൽത്ത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നമ്മൾ പറയുന്നത്. അതുപോലെ അലൈഡ് സയൻസ് കോഴ്സുകൾ. ഈ അലൈഡ് സയൻസ് കോഴ്സുകളിൽ കാര്യമായിട്ട് വരുന്ന ഒന്ന് നമ്മൾ മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ബയോകെമിസ്ട്രി, അത്തരം കോഴ്സുകളാണ് ഈ അലൈഡ് കോഴ്സുകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അലൈഡ് സയൻസ് കോഴ്സുകൾ എന്നൊക്കെ പറയുന്നത് അത്തരം കോഴ്സുകളാണ്. അത്തരം കോഴ്സുകളും സത്യത്തിൽ വർഗീകരിക്കുമ്പോൾ സൂക്ഷ്മതലത്തിൽ നമുക്ക് അങ്ങനെ വർഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും ഒരു സൗകര്യത്തിന് വേണ്ടി ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അതിൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പിംഗ് ആണോ അല്ലേ എന്ന് നോക്കേണ്ടത്. ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം കോഴ്സുകൾ സെലക്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഡയാലിസിസ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി പോലുള്ള എടുക്കുമ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് അതൊരു ജോബ് ഓറിയൻറ്റഡ് ആണ്, പ്രൊഫഷണലാണ്. അതേ സമയത്ത് അതിന് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി കുറവാണ്.
അതേസമയത്ത് ഫാർമസി, നഴ്സിംഗ്, ലാബ് ടെക്നോളജി, റേഡിയോളജി ഈ 4 കോഴ്സുകളുടെ പ്രത്യേകത അത് ഡെവലപ്പിംഗ് ആണ്. ഒരുപാട് ഹയർ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാം. ഉദാഹരണത്തിന് നഴ്സിംഗ് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിലേക്ക് പോകാം, നഴ്സിംഗ് കഴിഞ്ഞാൽ ജെനറ്റിക്സിലേക്ക് പോകാം, നഴ്സിംഗ് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലേക്ക് പോകാം, ജെറൻറ്റോളജിയിലേക്ക് വരാം, ദെൻ ഓങ്കോളജി റിലേറ്റഡ് നഴ്സിംഗിലേക്ക് വരാം, ബിഹേവിയർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലോ സൈക്കോളജിയോ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ഉപരിപഠനം നടത്താം. അപ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മതലത്തിൽ ഹയർ സ്റ്റഡീസ് ചില വിദ്യാർത്ഥികളുണ്ട് പെട്ടെന്നൊരു ജോലി കിട്ടണം, അതോടൊപ്പം സാധ്യമെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കോഴ്സുകളാവാം. പക്ഷേ ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ വന്ന പ്രധാനപ്പെട്ട 2 കോഴ്സുകളാണ് ബിടെക്കും ബിഫാമും. ബിടെക് കഴിഞ്ഞിട്ട് ജോലിയില്ല, ഇനി അങ്ങോട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ബിടെക് വെറുതെയാണ്, ബിടെക് പഠിച്ച ആളുകളൊക്കെ ജോലിയില്ലാതെ നടക്കുന്നു എന്നൊക്കെ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ തൊഴിൽ മേഖലകളുടെ സ്വഭാവവും രൂപവും മൊത്തം മാറാനിരിക്കുന്നു. ബിടെക് തിരഞ്ഞെടുക്കണോ വേണ്ടേ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോഴത്തേക്കും കരിയറുകളുടെ മുഖങ്ങളും രീതികളും മറ്റൊരു തലത്തിലേക്ക് വളർന്നു പോയിട്ടുണ്ടാവും എന്ന് എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓട്ടോമേഷനും IT-യും ലോകത്തിൻ്റെ ഗതി തന്നെ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റിമറിക്കാനിരിക്കുന്നു എന്നതുകൊണ്ട് ബിടെക് വേണോ വേണ്ടേ എന്നതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, ബിടെക്കിൽ ഏത് സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ ലോകത്തെ ഭരിക്കാൻ വരുന്നു. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഓയിൽ എന്ന് പറയുന്നത് ഡേറ്റ ആയിരിക്കും എന്നത് വളരെ പ്രസക്തമായൊരു പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ. മാത്രമല്ല ബിടെക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു ധാരണയില്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് മാത്രം ട്രെൻഡുകളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ബേസിക് ഡിഗ്രി ആയിട്ട് പോലും ബിടെക്കിനെ കണ്ടാൽ സത്യത്തിൽ അതിൽ നിന്ന് ഡിഫൻസിലേക്ക്, അതിൽ നിന്ന് റിസർച്ചിലേക്ക്, മാനേജ്മെൻറ്റിലേക്ക്, എയറോനോട്ടിക്സിലേക്ക്, വെപ്പണറിയിലേക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോലുള്ള കുറച്ചുകൂടി ആഡ് ഓൺ കോഴ്സുകളിലേക്കൊക്കെ ബിടെക്കിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ദെൻ അതോടൊപ്പം ഫാർമസി എന്ന് പറയുന്ന വെറും മരുന്നെടുത്ത് കൊടുക്കുന്ന ആളുകൾ, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, 96% മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥി വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ചെയ്യുന്ന ജോബ് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഫാർമസിസ്റ്റായിട്ടൊരു ഫാർമസിയിൽ ആളുകൾക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നത്, വേറൊരു പണിയില്ല, പൈസ വാങ്ങുക, സൂക്ഷിക്കുക, ഇത്രയും പണി, ഈ ഒരു പണി മാത്രം ചെയ്യുന്നത്. എൻ്റെ കൂടെ പഠിച്ച 87% മാർക്കുള്ള ആൾ US-ൽ 2-2.5 ലക്ഷം രൂപ സാലറി വാങ്ങുമ്പോൾ ഞാൻ വെറും 25,000 രൂപ സാലറിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ പറയുന്നത് കാഴ്ചപ്പാടുകളുടെ കുഴപ്പമാണ്. ഡോക്ടർ ഹരി പത്മനാഭനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാർവാർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ ന്യൂറോൺസിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ന രസകരമായ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തി. ആൽഷിമേഴ്സും പാർക്കിൻസൺസും പോലുള്ള രോഗങ്ങളെ മുച്ചൂടും പിഴുതെറിയാൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് അവർ നടത്തിയത്. രസകരമായൊരു വസ്തുത, ആ ടീമിൽപ്പെട്ട കൊച്ചിക്കാരനായ ഡോക്ടർ ഹരി പത്മനാഭൻ അടിസ്ഥാനപരമായി ബേസിക്കലി അദ്ദേഹം ഒരു ഫാർമസിസ്റ്റാണ്. ബിഫാം പഠിച്ച ആളാണ്. ബിഫാം കഴിഞ്ഞ് ന്യൂറോ സയൻസിലേക്ക്, ബിഫാം കഴിഞ്ഞ് മാനേജ്മെൻറ്റിലേക്ക്, ബിഫാം കഴിഞ്ഞ് ബയോടെക്നോളജിയിലേക്ക്, ബിഫാം കഴിഞ്ഞ് ഇവൻ നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് വരാം, ബിഫാമിൽ നിന്ന് എഞ്ചിനീയറിങ്ങിലേക്ക് വരെ വരാം. ഞാൻ ഇത് വളരെ സ്പെസിഫിക്കായിട്ട് ഈ 2 കോഴ്സുകളെ പറയാൻ കാരണം, ഒന്ന്, 2 കോഴ്സുകളും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കോഴ്സുകളും, മറ്റൊന്ന് വൈവിധ്യങ്ങൾ ഒരുപാടുള്ള കോഴ്സുകളായിട്ടുകൂടി ആളുകൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന കോഴ്സുകളുമാണ് ഈ 2 ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മളിങ്ങനെ എങ്ങനെ എടുത്താലും MBBS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള വൈവിധ്യമാർന്ന കോഴ്സുകളിലേക്ക് മാറാം.
മെഡിസിനിൽ നിന്ന് ക്ലിനിക്കൽ പ്രാക്ടീസ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് പോലും വ്യത്യസ്തമായ മേഖലകളിലേക്ക്, നഴ്സിംഗ് പഠിച്ച് നഴ്സാവാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് പോലും നഴ്സിംഗിൽ നിന്ന് രസകരമായ വൈവിധ്യങ്ങളിലേക്ക് മാറാം. ലാബ് ടെക്നോളജി കഴിഞ്ഞ ആൾക്ക് ഹിസ്റ്റോപാത്തോളജിയിലേക്കും ജനറ്റിക്സിലേക്കും മാറാം. ഈ വൈവിധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഓരോ കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടത്. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് തിരഞ്ഞെടുക്കുന്നിടത്ത് പറ്റിയ ഏറ്റവും മൗലികമായ ഒരു തെറ്റ്, അവർ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഷോർട്ട് ടൈം ഗോൾ വെച്ചുകൊണ്ടാണ്. +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നത് +2 കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത്. ഓരോ ഘട്ടത്തിലും ഡിഗ്രി കഴിഞ്ഞാൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്ന പതിവ് രീതി മാറ്റി വെച്ചുകൊണ്ട് ഒരു 10-15 വർഷത്തേക്ക് അപ്പുറത്തേക്ക് കോഴ്സ് പ്ലാൻ ചെയ്യുന്ന ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ആയിരിക്കണം കൃത്യമായി നമുക്ക് ഉണ്ടാവേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് പല വിദ്യാർത്ഥികളും അബദ്ധങ്ങളിൽ പോയിപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊഫഷണൽ കോഴ്സസിൻ്റെ കാര്യത്തിൽ വെറ്റിനറിയും അഗ്രികൾച്ചറും ഫോറസ്ട്രിയും ഫിഷറീസും ഒക്കെ ഈ ഗണത്തിൽ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾ, ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ദെൻ അതോടൊപ്പം അലൈഡ് സയൻസിലും പാരാമെഡിക്കലിലും മെഡിക്കൽ അലൈഡ് സയൻസസിലൊക്കെ വരുന്ന കോഴ്സുകൾ തന്നെ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫാർമസി, നഴ്സിംഗ്, ലാബ് ടെക്നോളജി, റേഡിയോളജി ഡെവലപ്പിംഗ് കരിയേഴ്സാണ്. അതേ സമയത്ത് കാർഡിയാക് പെർഫ്യൂഷൻ, ക്ലിനിക്കൽ പെർഫ്യൂഷനൊക്കെ പോലെ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ബ്ലഡ് ബാങ്കിങ്, ഡയാലിസിസ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ ഒരു തരത്തിൽ ടെർമിനൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജോബ് ഓറിയൻറ്റേഷൻ ഉണ്ടാവാം, പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് റിലേറ്റീവ്ലി നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. അത് മെഡിസിനും ഡെൻറ്റിസ്ട്രിയും അങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും, വർഗീകരിക്കാൻ കഴിയും. ദെൻ അതുപോലെ അലൈഡ് സയൻസിൽ വരുന്ന മെഡിക്കൽ മൈക്രോബയോളജി, മെഡിക്കൽ ബയോകെമിസ്ട്രി, ദെൻ അതുപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഫിസിയോതെറാപ്പി, ഇത്തരം കോഴ്സുകൾ ജോബ് ഓറിയൻറ്റഡ് ആണ്. കുറച്ച് ലോങ് ടൈമിലാണെങ്കിൽ പോലും ജോബ് ഓറിയൻറ്റഡ് ആണ്. വ്യത്യസ്തമായ കുറച്ചുകൂടി ഹയർ ഓപ്ഷൻസോ കുറച്ചുകൂടി സ്പെഷ്യലൈസേഷൻസോ അവയ്ക്കുണ്ട്. അതേസമയത്ത് അനാറ്റമി, ഫിസിയോളജി പോലുള്ള കോഴ്സുകൾ ഇത്തരം മേഖലകളിൽ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു തരത്തിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അങ്ങനെ കൃത്യമായി കോഴ്സുകൾ മനസ്സിലാക്കുമ്പോൾ രസകരമായ ഓപ്ഷൻസിലേക്ക് നമുക്ക് മാറാനും വകതിരിഞ്ഞ് പോകാനും വഴിതിരിഞ്ഞ് മാറി വരാനും നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ തൽക്കാലം ഈ ഒരു മേഖല, ഈ ഒരു വർഗീകരണത്തിൽ നിർത്തുകയാണ്. പിന്നെ വരുന്നത് ഹ്രസ്വകാല തൊഴിൽജന്യ കോഴ്സുകളാണ്. സയൻസ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ജോലി കിട്ടണമെങ്കിൽ DPharmോ ഡിപ്ലോമ നഴ്സിങ്ങോ, മനസ്സിലാക്കേണ്ടത് ഈ വർഷമായിരിക്കും അവസാനത്തെ ബാച്ച് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ. അടുത്ത കൊല്ലം മുതൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാവില്ല. ദെൻ DPharm, ഡിപ്ലോമ ഫാർമസി, ഡിപ്ലോമ ലാബ് ടെക്നോളജി, ഡിപ്ലോമ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, അനസ്തഷ്യ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, മെഡിക്കൽ ഓറിയൻറ്റേഷനിൽ അങ്ങനെ പോവാം. പോളിടെക്നിക്കുകൾ, ITI, ITCകൾ, ഇതൊക്കെ ഹ്രസ്വകാല തൊഴിൽജന്യ കോഴ്സുകളായിട്ട് സെലക്ട് ചെയ്യാം. സിപ്പറ്റൊക്കെ കൊടുക്കുന്ന കോഴ്സുകൾ, ഫുട്വെൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്, ദെൻ അതുപോലെ തന്നെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന കോഴ്സുകൾ, ഇത്തരം കോഴ്സുകളെ ഹ്രസ്വകാല തൊഴിൽജന്യ കോഴ്സുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു വർഗീകരണത്തിൽ നിന്നുകൊണ്ട് പൊതുവേ നമുക്ക് പോവാം. അതോടൊപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോമ്പറ്റിറ്റീവ് എക്സാംസ് ഉണ്ട്. ഞാനതിന് പൊതുവേ ഹ്യൂമാനിറ്റീസും സയൻസും കൊമേഴ്സുകാർക്കും അവൈലബിളായ കോമ്പറ്റിറ്റീവ് എക്സാംസും ഓരോ ഗ്രൂപ്പുകാർക്കും ചെയ്യാൻ പറ്റുന്ന കോമ്പറ്റിറ്റീവ് എക്സാംസും ഉണ്ട്. അത്തരം കോമ്പറ്റിറ്റീവ് എക്സാംസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു കരിയർ പ്ലാനിങ് വേണമെങ്കിൽ ആവാം. ഇനി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് വരുമ്പോൾ ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, സോഷ്യോളജി, ഇതൊക്കെ ഒരു പൊതുവായ അടിസ്ഥാന ഡിഗ്രി കോഴ്സുകളായിട്ട് നമുക്ക് പരിഗണിക്കാം. അതേസമയത്ത് LLB, ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്, BBA, അതും സ്പെഷ്യലൈസേഷനോട് വ്യത്യസ്തമായ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്ന BBA പ്രോഗ്രാമുകൾ, BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BCA, BSc കമ്പ്യൂട്ടർ സയൻസോ മാത്സോ +2 തലത്തിൽ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് BCAയിലേക്കോ BSc കമ്പ്യൂട്ടർ സയൻസിലേക്കോ മാറാം, സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് മാറാം. അപ്പോൾ അതൊക്കെ ജനറൽ ഡിഗ്രിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ. അതേസമയത്ത് BCA, BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ, സെമി പ്രൊഫഷണൽ കോഴ്സുകളായിട്ട് നമുക്ക് വിലയിരുത്താം. അങ്ങനെ വരുമ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഇത്തരം മേഖലകളിലേക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്,
ട്രാവൽ ആൻഡ് ടൂറിസം, ദെൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ ആൻഡ് ടൂറിസം വരുന്ന കോഴ്സ്, ദെൻ അതിന് പുറമെ BBA, BCA, PSc കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ ദാ വിളിച്ചിരിക്കുന്നു UCED എന്ന പേരിൽ ഒരു എൻട്രൻസ് എക്സാം, അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന BDES കോഴ്സ്, ബാച്ചുലർ ഓഫ് ഡിസൈനിങ് കോഴ്സ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സ്, ഇതെല്ലാം നമുക്ക് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സിൽ വരുന്ന ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളായിട്ട് പരിഗണിക്കാവുന്നതാണ്. ദെൻ മറ്റൊന്ന് ഹ്രസ്വകാല കോഴ്സുകൾ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദെൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ പ്രത്യേകിച്ച് അയാട്ട കണക്റ്റഡ് ആയ കോഴ്സുകൾ, ദെൻ 10ാം ക്ലാസ് തലത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരുപാട് കോഴ്സുകളുണ്ട്. CLRIയിൽ തന്നെ ലെതർ ഗുഡ്സ് ഡിസൈനിങ് ഉണ്ട്, ലെതർ ഗാർമെൻറ്റ് ഡിസൈനിങ് ഉണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറാവുന്നതാണ്. ഈ ഒരു തലത്തിൽ 3 കൃത്യമായ വർഗീകരണങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് യുക്തിഭദ്രമായി കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല മേഖലകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പറ്റിറ്റീവ് എക്സാംസിനെയും കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരു രീതി ഞാൻ പൊതുവേ വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ച് കൊമേഴ്സുകാരോടും ഹ്യൂമാനിറ്റീസുകാരോടും പറയുക, നിങ്ങൾ സത്യത്തിൽ ഗ്രാജുവേറ്റ് തലത്തിൽ പഠിക്കുന്ന 3 വർഷം കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ജോബിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ദേശീയ തലത്തിൽ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഗവൺമെൻറ് രൂപീകരിച്ചു. ഒരുവിധം എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ, പ്രത്യേകിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ, ദെൻ അതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഏജൻസികളുടെ എക്സാമുകളെ ഏകീകരിപ്പിച്ച് ബേസിക് എക്സാമിനേഷൻ, പ്രിലിമിനറി എക്സാമിനേഷൻ ഒന്നാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റും ഒക്കെ ഇതിലേക്ക് വരുന്നു. IBPSലേക്കുള്ള സെലക്ഷൻ, ഇന്ത്യൻ ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ പോലും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബാങ്കിങ് സെലക്ഷൻ പോലും ഇതിലേക്ക് വരുന്നു. അപ്പോൾ അത്തരം ചോയ്സസ് കൃത്യമായിട്ട് നമുക്ക് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ഡിഗ്രി തലത്തിൽ തുടങ്ങി ആദ്യത്തെ വർഷം മുതൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒന്നിച്ച് കോമ്പറ്റിറ്റീവ് എക്സാംസിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നല്ല ജോബിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരു 20 മിനിറ്റ് കൊണ്ട്, 25 മിനിറ്റ് കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നതല്ല കോഴ്സുകൾ, ഉപരിപഠനം. അത് കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്ത്, കുറച്ചുകൂടി ക്ലാസിഫിക്കേഷനെ കുറിച്ചുകളും അതിൻ്റെ ലോങ് ടൈം ഓപ്ഷൻസിനെ കുറിച്ചും ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായ നിങ്ങളുടേതായ ഒരു ചോയ്സിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയ, എന്നോട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല കോഴ്സ് ഏതാണ്, ഏറ്റവും നല്ല മേഖല ഏതാണ്. ഒരുപാട് സാലറി കിട്ടുന്ന ചില ആളുകളുടെ രീതി അത്തരത്തിലുള്ളതാണ്. ചില ആളുകൾ ചോദിക്കുന്നത് ഒന്നും പഠിക്കാനില്ലാത്ത കോഴ്സുകളെക്കുറിച്ചാണ്. ഞാൻ പറയുന്നത് അത്തരം വർഗീകരണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ പൊട്ടൻഷ്യലും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് കോഴ്സുകൾ സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ചോയ്സിലേക്ക് നിങ്ങളെത്തും. +2 കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലുള്ള പഠന അവസരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രീ MS ജലീൽ ഏറെക്കുറെ കൃത്യമായി വിവരിച്ചു നിങ്ങളോട്. അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ശരിയായ മാർഗമേത്, നിങ്ങളുടെ അഭിരുചിക്കിണങ്ങുന്ന, നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ ഇണങ്ങുന്ന വഴികളേത് എന്ന് യുക്തമായ തീരുമാനത്തിൽ നിങ്ങളെത്തുക. ആ തീരുമാനങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എന്നത് കേവല വിജയത്തിന് ഉപരിയായി വ്യക്തിത്വ പൂർണിമയ്ക്കുള്ള മാർഗം കൂടിയാണ് എന്ന് പറഞ്ഞതും ഓർമ്മിക്കണം. വ്യക്തിത്വ പൂർണിമ സാധ്യമാകുന്നത് സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുവാൻ കഴിയുന്നതിലൂടെയാണ്. നോക്കൂ, 10 മാസം കാത്തിരിക്കുമ്പോൾ ജനിക്കുന്ന കുട്ടി അടുത്ത ബിന്ദു മരണത്തിലേക്കാണ്. അത് പിന്നീട് 1 വർഷമോ 50 വർഷമോ 100 വർഷമോ കഴിഞ്ഞാകാം. പക്ഷേ 2 കാത്തിരിപ്പുകൾക്കിടയിലുള്ള ഈ വെയിറ്റിംഗ് ഷെഡാണ് ജീവിതം എങ്കിൽ ഈ ജീവിതകാലത്തിലെ നിങ്ങളുടെ വിജയം അടയാളപ്പെടുത്തപ്പെടുക നിങ്ങൾ ജീവിതകാലത്ത് നേടിയ മെറ്റീരിയലിസ്റ്റിക്കായ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ല, മറിച്ച് നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറ ഇവിടെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ എന്ന് നിങ്ങളുടെ മൗലികമായ സംഭാവനകളെക്കുറിച്ച്, നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച്, നിങ്ങളിലെ നന്മയെക്കുറിച്ച്, നിങ്ങളുടെ അറിവിനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം വിജയ വഴിയിലേക്ക് എത്തുന്നത്.
അങ്ങനെ പിൽക്കാലത്തും ജീവിച്ചിരിക്കുവാൻ കഴിവുള്ള സംഭാവനകൾ അവശേഷിപ്പിക്കുവാൻ കഴിവുള്ളവരായാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. ഒരൊറ്റ കുഴപ്പം, സ്വന്തം കഴിവും സ്വന്തം പ്രതിഭയും സ്വന്തം അർപ്പണ വഴികളും കൃത്യമായി അടയാളപ്പെടുത്തുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ്. ബി യുവർ സെൽഫ് ആൻഡ് എവറിതിങ് എൽസ് വിൽ ഫോളോ എന്നതാണ്. നീയായിരിക്കുക. പക്ഷേ നീയായിരിക്കുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ചിന്നു ഞാൻ നിന്നോട് ചൊല്ലാം എന്ന കവിതയിലെ വരികൾ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിജയത്തിൻ്റെ വഴികളിലേക്ക് എത്താൻ. വളരെ സുതാര്യമായ ഒരു മനസ്സോടുകൂടി അറിവിനെ നോക്കിക്കാണുവാൻ കഴിയണം. മുൻധാരണകളില്ലാതെ സ്വതന്ത്രമായ വീക്ഷണത്തോടുകൂടി ജീവിതത്തെ കാണുവാൻ കഴിയണം. ഈ പ്രളയബാധിതരായ മനുഷ്യർ ജീവിതത്തിൽ തങ്ങളുടെ സ്വത്തും സർവസ്വവും സ്വപ്നങ്ങളുമെല്ലാം പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ വല്ലാതെ വെന്ത് നൊന്ത് മനസ്സ് തപ്പിച്ചുപോയ മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. MGM ഗ്രൂപ്പ് അവിടെ ആശയുടെ കിരണമായി മാറുകയും വീട് നഷ്ടപ്പെട്ടവർക്ക് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതൊരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ സാമൂഹിക വശമാണ്. നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സമൂഹത്തിനോട് ആത്മസംവാദത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ നിർവചനങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാകണം. ഞാൻ നിങ്ങൾക്ക് രണ്ടാളുകളെ കുറിച്ച് നിങ്ങളോട് പറയാം. അതിലൊരാൾ നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ആളാണ്, വിൽഹം കോൺറാഡ് റോൺചൻ. എക്സ്റേ കണ്ടുപിടിച്ച ആളാണ് റോൺചൻ. വളരെ ആകസ്മികമായാണ് ആ രശ്മികൾ റോൺചൻ കണ്ടുപിടിക്കാനിടയായത്. ആ കഥയൊക്കെ നമ്മൾ കുട്ടിക്കാലത്തെ വായിച്ചിട്ടുണ്ട്. റോൺചൻ കണ്ടുപിടിച്ചു എക്സ്റേ എങ്കിലും റോൺചൻ്റെ സുഹൃത്തുക്കളെല്ലാം റോൺചനോട് ആവശ്യപ്പെട്ടത് റോൺചൻ റേസ് എന്നതിന് പേരിടാനും പേറ്റൻ്റ് സ്വന്തമാക്കാനുമാണ്. റോൺചൻ പറഞ്ഞു, മനുഷ്യകുലത്തിനു വേണ്ടി ആകസ്മികമായി എന്നിലൂടെ ഉളവാക്കപ്പെട്ടതോ വെളിവാക്കപ്പെട്ടതോ ആയ ഒരു മഹത്തായ കണ്ടുപിടുത്തമാണ് ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല, മറിച്ച് വരാനിരിക്കുന്ന സർവ്വ തലമുറകളുടെയും സ്വത്തും അവകാശവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് റോൺചൻ റേസ് അല്ല, എക്സ് റേസ്, അദൃശ്യമായത് അജ്ഞേയമായത് എന്ന അർത്ഥത്തിൽ എക്സ് റേസ് എന്ന് പേരിട്ടാൽ മതി. ഞാനിതിൻ്റെ പേറ്റൻറ്റ് സ്വന്തമാക്കുന്നില്ല. അതൊരു വശത്ത്. മറ്റൊരു ശാസ്ത്രജ്ഞനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ജോസഫ് സിറിൽ ബാംഫോർഡ്. ജോസഫ് സിറിൽ ബാംഫോർഡ് ഒരു ഉപകരണം കണ്ടുപിടിച്ചു, ഒരു എക്സ്കവേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ആ ഉപകരണം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചതിന് എൻ്റെ പേര് തന്നെ മതി, ഉപകരണത്തിൻ്റെ പേരും ഇത് തന്നെ, ജോസഫ് സിറിൽ ബാംഫോർഡ്. അങ്ങനെ ഒരു ഉപകരണം കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വരട്ടെ, നിങ്ങൾക്കറിയാം ആ ഉപകരണം. പക്ഷേ നമ്മളതിൻ്റെ ചുരുക്കപ്പേരിൽ ജോസഫിൻ്റെ ജെയും സിറിലിൻ്റെ സിയും ബാംഫോർഡിൻ്റെ ബിയും ചേർത്ത് JCB എന്നാണ് വിളിക്കുന്നത് എന്നേ ഉള്ളൂ. JCB എന്നത് ജോസഫ് സിറിൽ ബാംഫോർഡിൻ്റെ ചുരുക്കപ്പേരാണ്. എക്സ്റേസ് എന്നത് റോൺചൻ കണ്ടുപിടിച്ച മഹത്തായ രശ്മികളും ആണ്. റോൺചനിൽ നിന്നും ജോസഫ് സിറിൽ ബാംഫോർഡിലേക്കുള്ള ദൂരമാണ് പരാർത്ഥമായ പ്രതിബദ്ധതയിൽ നിന്നും സ്വാർത്ഥമായ വിജയവാഞ്ചയിലേക്കുള്ള ദൂരം. പരാർത്ഥമായ സാമൂഹിക പ്രതിബദ്ധത കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മുടെ വിജയം മറ്റുള്ളവർക്കു വേണ്ടി കൂടി ഉതകുമ്പോഴാണ് നമ്മൾ മഹാന്മാരാകുന്നത്. കായിക രംഗം പരിശോധിച്ചാൽ തന്നെ ലോകത്തിലെ ഏറ്റവും മഹാനായ കായിക താരത്തിന് കൊടുക്കുന്ന പുരസ്കാരം, ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള പുരസ്കാരം, മരണാനന്തരം ലഭിച്ച ഏക കായിക താരം ആരാണ് എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ലെസ്ലോങ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും മഹാനായ കായിക താരമായ ജെസി ഓവൻസ് ജർമ്മനിയിൽ ബെർലിനിൽ നടന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയപ്പോൾ ലോങ് ജമ്പിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ചാട്ടങ്ങളും ഫൗൾ ജമ്പുകളായി മാറിയപ്പോൾ ജെസ്സിയുടെ മുഖ്യ എതിരാളിയായിരുന്ന ജർമ്മൻ താരമായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പ്രതീക്ഷയായിരുന്ന ലെസ്ലോങ് ജെസ്സിയോട് പറഞ്ഞു, ജെസ്സി, നിങ്ങളുടെ സ്റ്റാർട്ട് നിങ്ങളൊരൽപ്പം പിറകിലേക്ക് മാറ്റുക, ജമ്പിംഗ് പിറ്റിൽ നിന്ന് ഒരൽപ്പം പിറകിൽ നിന്ന് ചാടാൻ ശ്രമിക്കുക, അതാണ് നിങ്ങളുടെ വിജയപാത. എതിരാളിയുടെ വാക്കനുസരിച്ച ജെസ്സി എതിരാളിയെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടുകയും ഹിറ്റ്ലറുടെ അപ്രീതിക്ക് ജെസ്സിയും ലെസ്ലോങ്ങും പാത്രമാവുകയും ചെയ്തു. പിന്നീട് ലോകമഹായുദ്ധത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിൻ്റെ ഭാഗമായി ലെസ്ലോങ് കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ
മരിച്ച ഒരു വ്യക്തിക്ക് പോസ്റ്റുമസായി ലഭിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഒരൊറ്റയാൾക്കാണ് ലഭിച്ചത്. അത് അപരൻ്റെ പ്രതിഭയ്ക്കും വിജയിക്കുവാൻ വഴിയൊരുക്കി കൊടുക്കാൻ കഴിഞ്ഞ ലെസ് ലോങ് എന്ന കായിക താരത്തെയാണ്. അത്തരം ചിന്തകളെയാണ് നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പഠനത്തിലുമുണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കാരണം ഒരാൾ വളരുന്നതല്ല, സ്വയം വളരുന്നതോടുകൂടി സ്വസമൂഹത്തെയും വളർച്ചയിലേക്ക് നയിക്കുവാൻ കഴിയുന്നവരാകണം നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് തവണ നിങ്ങൾ പുനർജന്മത്തിന് വിധേയനാകുന്നു. സ്വയം നവീകരിച്ച്, സ്വയം വിമലീകരിച്ച്, സ്വയം അറിവുകൾ നേടി പുനർജന്മത്തിന് വിധേയമാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിജയത്തിനുള്ള അടിസ്ഥാന മന്ത്രം പഠിക്കുക എന്നതാണ്. അത് ഐ ഡോണ്ട് നോ എന്ന ഇംഗ്ലീഷ് വാചകമാണ്. കാരണം ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കുന്നു, വാട്ട് ഐ ഡോണ്ട് നോ, വൈ ഐ ഡോണ്ട് നോ ആൻഡ് ഹൗ ഐ വിൽ ബി ഏബിൾ ടു നോ. എനിക്ക് എന്തറിയില്ല, എനിക്ക് എന്തുകൊണ്ടറിയില്ല, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അറിയാത്തത് അറിയില്ല എന്ന് പറഞ്ഞ് എങ്ങനെ അറിയാൻ കഴിയും എന്ന് അന്വേഷിച്ച് അറിവ് നേടുന്നവരാണ് വിജയവഴികളിലെത്തുന്നത്. അവിടെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. ഗാന്ധിജി 869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനിച്ചു എന്നത് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷനാണ്. പക്ഷെ ഗാന്ധിജി ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ 1893 പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുവാൻ ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായിപ്പോയതുകൊണ്ട് പുറത്തേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരൻ തൊഴിച്ചെറിയപ്പെട്ടപ്പോൾ നിറത്തിൻ്റെ പേരിലുള്ള ഈ വിവേചനത്തിനെതിരെ സമരം ചെയ്യുവാനാണ് തൻ്റെ ജീവിതം ഉപകരിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്നും നമ്മൾ തിരിച്ചറിയണം. അത്തരം പുനർജന്മങ്ങൾ, റീബർത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ചില റീബർത്തുകൾ വിവേകപൂർണമായ തീരുമാനങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. +2 കഴിഞ്ഞ നിങ്ങളുടെ ജീവിതത്തിലെ വിവേകപൂർണമായ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇനി എന്തു പഠിക്കണം, ഇനി എവിടെ പഠിക്കണം എന്നത്. നിങ്ങളുടെ മുന്നിൽ MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജുകൾ വിശാലമായ അറിവ് വഴികൾ അനാവരണം ചെയ്യുന്നു. എന്തു പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിന് ശരിയായ തീരുമാനമെടുക്കാൻ ഇതിൽ പരം മികച്ച സമയം ഇല്ല തന്നെ. 21ാം നൂറ്റാണ്ടിൻ്റെ വിചാരധാരകളെ സജീവമായി സ്വാധീനിച്ച ഒരുപാട് ചിന്തകന്മാരുണ്ട് ലോകത്തിൽ. ജെയിംസ് ലവ്ലോക്കിനെ പോലെ, സാമുവൽ ഹണ്ടിങ്ടനെ പോലെ, ഷെൽഡ്രേക്കിനെ പോലെയൊക്കെ. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മറ്റ് കണ്ടുപിടുത്തങ്ങൾക്കും നമ്മുടെ ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സൗദി അറേബ്യൻ പൗരത്വമുള്ള ഒരു കൊച്ചു പെൺകുട്ടി, അതിമനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് നിങ്ങൾക്കും പ്രിയപ്പെട്ടവളാണ്. രക്തവും മാംസവും ഇല്ലാത്ത അവളുടെ പേര് സോഫിയ എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന സോഫിയ എന്ന റോബോട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചിന്തയുടെ സമസ്ത മേഖലകളിലും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു റോബോട്ടാണ് സോഫിയ. അപ്പോൾ സോഫിയ സൃഷ്ടിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും ജീവിക്കുന്നതും. ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് റോബോട്ടിക്സിന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ വലിയ പങ്കുണ്ട്. പുതുലോകം പുതുതലമുറ വിജ്ഞാന ശാഖകളാൽ സമ്പന്നമാണ്. ഈ കാലഘട്ടത്തിൽ അറിവ് എന്നത് നമ്മൾ കാലാകാലങ്ങളായി നിർമ്മിച്ച പാരഡൈമുകളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുകയല്ല. അത്തരം പാരഡൈമുകളിൽ നിന്ന് ഒരു ബ്രേക്ക്, ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ വിജ്ഞാന പഠനങ്ങളിൽ, അറിവിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ. ആധുനിക ലോകം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനോടൊപ്പം തന്നെ അതിനനുസൃതമായ പുതുതലമുറ വിഷയങ്ങളുമുണ്ട്. ഈ പുതുതലമുറ വിഷയങ്ങൾ MGMൻ്റെ ബിടെക് കോഴ്സുകളിലൊക്കെ ആഡ് ഓൺ കോഴ്സുകളായി പഠിപ്പിക്കുന്നുണ്ട്. ആഡ് ഓൺ കോഴ്സുകളായി, അതായത് പ്രധാനമായി പഠിക്കുന്ന വിഷയത്തോടൊപ്പം തന്നെ വർത്തമാനകാലത്തിൻ്റെ വേഗത്തിലുള്ള യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കുവാൻ കഴിയുന്ന ആഡ് ഓൺ കോഴ്സുകൾ, നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ആഡ് ഓൺ കോഴ്സുകൾ. ആ ആഡ് ഓൺ കോഴ്സുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ പുതുലോകത്തിൻ്റെ പഠന രീതികളെയും പഠന വിഷയങ്ങളെയും കുറിച്ച് ഇനി കരിയർ ഗുരു ഡോക്ടർ MS ജലീൽ നിങ്ങളോട് സംസാരിക്കും. കോവിഡ് പ്രതിസന്ധിയെ, ഈ കാലഘട്ടത്തെ വളരെ പോസിറ്റീവായി സമീപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തീർച്ചയായും എൻ്റേതായ 2 ന്യായീകരണങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന്, ഇനി വരാനിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും കൃത്യമായി ഉപയോഗിക്കാനുമുള്ള
ഒരു ബ്രേക്ക്, ഒരു ട്രാൻസിഷൻ പീരീഡാണ് സത്യത്തിൽ കോവിഡ്. രണ്ടാമത്തേത്, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ വരാനിരിക്കുന്ന എല്ലാ ഭീഷണമായ പ്രശ്നങ്ങളോടും സമരസപ്പെടാനും അതിനെ നേരിടാൻ സജ്ജരാവാനുമുള്ള ഒരു പരിശീലനമായിരുന്നു സത്യത്തിൽ കോവിഡ് എന്ന് വേണമെങ്കിൽ രണ്ടാമതായും വിലയിരുത്താം. ഈ രണ്ട് വിലയിരുത്തലുകളെ ഉൾക്കൊള്ളുമ്പോൾ കോവിഡിനെ വളരെ പോസിറ്റീവായി നമുക്ക് സമീപിക്കാനാവും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? 2016 വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് എന്ന പേരിൽ വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. എല്ലാ വർഷവും പ്രത്യേക തീമുകളെ ബേസ് ചെയ്തുകൊണ്ട് വേൾഡ് ബാങ്ക് പ്രസിദ്ധീകരിക്കുന്ന ഒരു വാർഷിക റിപ്പോർട്ടാണ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. 2016 വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് വളരെ സ്പെസിഫിക്കായി 2030 വരാൻ പോകുന്ന മാറ്റങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് 2030 ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന 80% ജോബുകളും തൊഴിൽ മേഖലകളും ഇല്ലാതാവുമെന്നാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ തൊഴിലുകളെല്ലാം ഇല്ലാതായി പോവുമെന്നല്ല, മറിച്ച് നിലനിൽക്കുന്ന ജോബുകൾക്ക് പകരം പുതിയവ കയറി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വെറും $1.26 ബില്യൺ വിറ്റ് വരവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെറും 5-6 വർഷം കൊണ്ട് 2025 ആവുമ്പോഴത്തേക്കും $300 ബില്യൺ അതിൻ്റെ വിറ്റ് വരവിനെ എത്തിക്കുന്ന രീതിയിലുള്ള വലിയ വളർച്ചയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉണ്ടാവാൻ പോകുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 36% വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ വരാൻ പോകുന്ന സാങ്കേതിക മാറ്റങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ പോകുന്ന സ്വാധീനം നമുക്ക് ഉൾക്കൊള്ളാനാവും. മറ്റൊന്ന് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സോളാർ എനർജി ഇക്കണോമിക് തന്നെ മുച്ചൂടും മാറും. കോൺസെപ്റ്റുകൾ, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ലോക സാങ്കേതിക സാമ്പത്തിക ക്രമം തന്നെ അടുത്തൊരു 2-3 വർഷത്തിനുള്ളിൽ മാറിപ്പോവാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു പരിശീലനവും അതിൻ്റെ ഒരു ബ്രേക്കുമായിരുന്നു സത്യത്തിൽ കോവിഡ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ഫാർമസിയിലേക്ക് ചെല്ലാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഓൺലൈനായി ഫാർമസി സ്വീകരിക്കുമ്പോഴത്തേക്കും, നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടി മരുന്നുകൾ കൃത്യമായി പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുന്ന റോബോട്ടുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫാർമസികളിൽ വർക്ക് ചെയ്യുന്ന റോബോട്ടുകൾ. നമ്മളൊരു സ്ഥാപനത്തിൽ ചെല്ലുന്നു, ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് റോബോട്ടുകളാവുക. നമുക്ക് വിതരണം ചെയ്യുന്ന ഫുഡ് അതെത്തിക്കുന്നത് റോബോട്ടുകളാവാം. ആമസോൺ എന്ന ഓൺലൈൻ വെയർഹൗസ്, ഞാൻ അതിനങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഓൺലൈൻ വെയർഹൗസ്. ആമസോണിൻ്റെ മേധാവി ഒരു 3-4 വർഷം മുമ്പ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോബോട്ടുകളെ നിർമ്മിക്കുന്ന കമ്പനി അങ്ങനെ തന്നെ ഇങ്ങ് വാങ്ങി. $320 മില്യൺ. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, ആമസോണിൻ്റെ ഡെലിവറി ബോയ്സ് ഇനി മിക്കവാറും ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ റോബോട്ടുകളായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂരിലോ മുംബൈയിലോ ന്യൂയോർക്കിലോ കൊച്ചിയിലോ വർക്ക് ചെയ്യുന്നു. രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വെളുപ്പിനെ വീട്ടിലെത്തുന്നു. കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ടൈമില്ല എങ്കിൽ മൊബൈൽ ആപ്പ് തുറന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് ഫ്രഷായി വരുമ്പോഴത്തേക്കും ഡോറിൽ ബെല്ല് കേട്ട് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ഫുഡ് പാക്കേജുമായി നിൽക്കുന്ന സുമുഖനായൊരു റോബോട്ട്. അത്തരം ഒരവസ്ഥ സങ്കല്പിച്ച് നോക്ക്. 16 മണിക്കൂർ കൊണ്ട് ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്ക് എത്താൻ പറ്റുമെന്ന് സങ്കല്പിക്കുക ഇപ്പോഴത്തെ കാലത്ത്.
ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ആ ദൂരം വെറും 25 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കൂ. ക്രിപ്റ്റോ കറൻസിയും അതുപോലെ തന്നെ സോളാർ കാറുകളും സോളാർ എനർജിയും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, 3D പ്രിൻറ്റിംഗ് ടെക്നോളജി, അമേരിക്കയിൽ 2 നില ബിൽഡിംഗ് വരെ അതിൻ്റെ വാളുകൾ 3D പ്രിൻറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത് തീർക്കുന്നു എന്ന ആശ്ചര്യകരമായ വസ്തുത ലോകത്തിൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും ക്രമങ്ങൾ തന്നെ മാറാൻ പോവുകയാണ്. ഈ മാറുന്നതിന് മുന്നോടിയായി നമുക്ക് കിട്ടിയ ഒരു പരിശീലനം എന്ന അർത്ഥത്തിലാണ് കോവിഡിനെ തീർച്ചയായും നിങ്ങൾ കാണേണ്ടത്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ പോലുള്ള സാങ്കേതികതകൾ, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്. മെഷീൻ ലേണിംഗ് സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഉപവിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ യന്ത്രങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുകയും അതിനെ സജ്ജമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളും പ്രോഗ്രാമിങ്ങും യന്ത്രത്തിൽ സന്നിവേശിപ്പിക്കുക. അത് പ്രോഗ്രാമിങ്ങുകളുടെ ബേസിലാവാം, ട്രാൻസിസ്റ്ററുകളും ഓട്ടോമേഷനൊക്കെ ഉപയോഗിച്ചു കൊണ്ടാവാം. ഇത്തരം സാങ്കേതികതകളെ കൃത്യമായി ഉപയോഗിക്കുക. അത് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന വരാൻ പോകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ഇതൊക്കെ ആധുനിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു അവസരമാണ് സത്യത്തിൽ കോവിഡ് നമുക്ക് തുറന്നു തന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് കരിയർ ഓറിയൻറ്റേഷനുകളുടെ സ്വഭാവം മാറുന്നു എന്നേ ഉള്ളൂ. ജോബില്ലാതാവുക എന്ന അവസ്ഥയല്ല, മറിച്ച് പുതിയ പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡ്രൈവർലെസ് വെഹിക്കിളുകൾ, ഇ പാലറ്റ്, ടൊയോട്ട പുറത്തിറക്കാൻ പോകുന്ന ഇ പാലറ്റ്, ദെൻ അതോടൊപ്പം IBM വാട്സൻ്റെ ഡയഗ്നോസ്റ്റിക് മെഷീൻ്റെ ഉപയോഗങ്ങൾ, വലിയ ഹോസ്പിറ്റലുകളിൽ വളരെ സങ്കീർണമായ സർജറികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ റോബോട്ടുകൾ, ഫോസിൽ ഫ്യൂവലൊക്കെ ഉപയോഗിക്കുന്നത് കുറയുകയും പകരം സോളാർ എനർജിയും ബയോ എനർജിയും യൂസ് ചെയ്യുന്നൊരു സാങ്കേതികത. ഇതൊക്കെ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ, അതും വളരെ ഹ്രസ്വമായ വെറും 10 വർഷം കൊണ്ട് 2035 2030 എത്തുമ്പോഴത്തേക്കും ഈ സാങ്കേതിക വിദ്യകൾ മൊത്തം ലോകത്ത് രസകരമായ മാറ്റങ്ങളും തൊഴിൽ മാറ്റങ്ങളും തൊഴിൽ സംസ്കാരങ്ങളുമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി വേണം വരുംകാലത്തെ കോഴ്സുകൾ രൂപപ്പെടുത്താനും തിരഞ്ഞെടുക്കാനും. സർവകലാശാലകളും സ്ഥാപനങ്ങളും ഇതിനനുസരിച്ച് കോഴ്സുകളെ രൂപപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നിടത്തും കൃത്യമായ ഒരു കരിയർ ഫിലോസഫി നമുക്കുണ്ടാവണം. ഒരു ബേസിക് ഡിഗ്രി കോഴ്സായിട്ട് ഇത്തരം കോഴ്സുകൾ എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഓട്ടോമോട്ടീവ് എൻജിനീയറിങ്ങിൽ ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളും സോളാർ എനർജിയും ഒക്കെ കൊണ്ടുവരാൻ പോകുന്ന ഹൈബ്രിഡ് കാറുകൾ, പുതിയ പുതിയ ടൈപ്പ് കാറുകൾ വരുന്നത്, സത്യത്തിൽ അത്തരം സാങ്കേതികതകൾ ഓട്ടോമൊബൈലോ മെക്കാനിക്കൽ എൻജിനീയറിങ്ങോ പഠിച്ചുകൊണ്ടാവണം എന്നില്ല. ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് മൊബിലിറ്റി എൻജിനീയറിംഗ് എന്ന ആഡ് ഓൺ കോഴ്സ് ചെയ്തുകൊണ്ടാവാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോഴ്സിനെ വളരെ സ്പെസിഫിക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്ക് പകരം കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ, ഹ്രസ്വകാല ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തുകൊണ്ടാവാം. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഓയിൽ എന്ന് പറയാൻ പോകുന്നത് ഡേറ്റയാണ്. ലോകത്തിൻ്റെ ക്രമം തന്നെ മാറ്റിമറിക്കപ്പെടും എന്നുള്ളതാണ് രസകരമായ വസ്തുത. ഇനി ഒരു ലോക മഹായുദ്ധം ഉണ്ടാവുമെങ്കിൽ തീർച്ചയായും അത് ഡേറ്റയുടെ പേരിലായിരിക്കും. അത്രത്തോളം സാമൂഹികമായും സാങ്കേതികമായും സാമ്പത്തികമായും പിടിമുറുക്കാൻ പോകുന്നൊരു സാങ്കേതികതയാണ് ഡേറ്റ. അപ്പോൾ അതിനൊക്കെ മനസ്സിലാക്കുന്നിടത്ത് കരിയറിൻ്റെ സ്വഭാവം, തൊഴിൽ മേഖലയുടെ സ്വഭാവം മാറും. അതോടൊപ്പം കരിയർ തിരഞ്ഞെടുക്കുന്നിടത്തും ഈ കോഴ്സുകൾ എങ്ങനെ നമ്മുടെ കരിയറിൻ്റെ ഭാഗമാക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിലേ കോഴ്സ് തിരഞ്ഞെടുപ്പ് യുക്തിഭദ്രമാവുകയുള്ളൂ. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒരു വളരെ സ്പെസിഫിക്കായിട്ട് ഇത്തരം കോഴ്സുകൾ ഗ്രാജുവേറ്റ് തലത്തിലേക്ക് പോകുന്നതിന് പകരം ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് കോഴ്സുകളുടെയോ
കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോഗ്രാമിംഗ് കോഴ്സുകളുടെയോ ഭാഗമായി ഇത്തരം ആഡ് ഓൺ കോഴ്സുകൾ നിങ്ങൾക്ക് ഒരു ടൈലർ മെയ്ഡ് പ്രോഗ്രാം പോലെ കൊണ്ടുവരാവുന്ന ആഡ് ഓൺ കോഴ്സുകളോ സപ്ലിമെൻ്ററി കോഴ്സുകളോ. ഉദാഹരണത്തിന് NIELIT എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കോഴിക്കോട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹ്രസ്വകാല കോഴ്സുകളായി ഡേറ്റ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമൊക്കെ നൽകി വരുന്നുണ്ട്. BTech ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്കോ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്കോ ഏത് BTechകാർക്കും എടുക്കാവുന്ന രീതിയിലുള്ള കോഴ്സുകളൊക്കെ ആയിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആ അർത്ഥത്തിൽ ആഡ് ഓൺ കോഴ്സുകളായി ഇത്തരം കോഴ്സുകളെ കൂടെ ചേർക്കുന്നതായിരിക്കും കുറേ കൂടി ഉപകാരപ്പെടുക. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ലോകം മൊത്തത്തിൽ മുച്ചൂടും അങ്ങ് മാറി മറിഞ്ഞ് ഒരു എൻറ്റയർലി ഡിഫറൻ്റായ, തീർത്തും അന്യമായ, തീർത്തും വ്യത്യസ്തമായ ഒരു പ്ലാനറ്റായിട്ട് ലോകം മാറിക്കളയുമെന്ന ഒരു വിശ്വാസമൊന്നും, പെട്ടെന്ന് അങ്ങനെ മാറുമെന്നൊരു വിശ്വാസമൊന്നും വേണ്ട. വളരെ സാവധാനത്തിൽ, എന്നാൽ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന രീതിയിലുള്ളൊരു ചേഞ്ചായിരിക്കും വരാൻ പോകുന്നത്. ആ ചേഞ്ചിനെ ഉൾക്കൊണ്ടുകൊണ്ട് കോഴ്സുകൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് കൃത്യമായും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പൊതുവേ ഇത്തരം കോഴ്സുകളൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, ദെൻ ഡേറ്റ അനലിറ്റിക്സ് വരുന്നു, ദെൻ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ വരുന്നു. ഇതൊക്കെ ഒരു വലിയ മൂർത്തമായ സങ്കല്പമായി ഒരു തികച്ചും ഏലിയൻ കോൺസെപ്റ്റാക്കി വെക്കാതെ നമ്മുടെ ജീവിതത്തോടും നമ്മുടെ കോഴ്സുകളോടും ആഡ് ഓൺ ആയിട്ട് കൊണ്ടുവരേണ്ട കോൺസെപ്റ്റുകളായിട്ട് കണ്ടാൽ മതി. സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പൈത്തണും അഡ്വാൻസ് പൈത്തണൊക്കെ പോലുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകളും പ്രോഗ്രാമുകളുമാണ്. അത്രയുമാണത്. ഈ പറഞ്ഞു വരുന്നതിനപ്പുറത്തേക്ക് വളരെ ഭീമാകാരമായ, തികച്ചും അന്യമായ, വളരെ വ്യത്യസ്തമായ ഒന്ന് എന്നതിന് പകരം നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളോടും നിലവിലുള്ള സാങ്കേതികതയോടും യോജിക്കുന്ന, നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സാങ്കേതിക മാറ്റങ്ങളും കോഴ്സുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ കൃത്യമായി പഠിച്ച് അതിന് ആഡ് ഓൺ കോഴ്സുകളായി വെച്ച് അതിന് ഗ്രാജുവേറ്റ് തലത്തിൽ നമ്മൾ എടുത്ത് പഠിക്കുന്ന, നിങ്ങൾക്ക് BTech കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, BTech ഇലക്ട്രിക്കൽ എടുക്കാം, BTech ഇലക്ട്രോണിക്സ് എടുക്കാം, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കേജിങ്ങിലേക്ക് മാറാം. ഫ്യൂഷൻ കരിയേഴ്സിൻ്റെയും കോമ്പിനേഷൻസിൻ്റെയും കാലഘട്ടമാണത്. അതുകൊണ്ട് അത്തരം ഫ്യൂഷൻ കരിയേഴ്സ് രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. വരാൻ പോകുന്ന കാലത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിന്നതുകൊണ്ട് ഒരാൾക്ക് നല്ല കരിയർ കിട്ടിക്കൊള്ളണമെന്നില്ല. തൊഴിലുകളുടെ എണ്ണം ആനുപാതികമായി കുറഞ്ഞേക്കാം. പോപ്പുലേഷനും, യൂത്തിൻ്റെ പോപ്പുലേഷനും ഈ അർത്ഥത്തിൽ കുറഞ്ഞേക്കാം. ഏജിങ് കമ്മ്യൂണിറ്റിയുടെ വളർച്ച, ഇതൊക്കെ തൊഴിലിടങ്ങളെയും തൊഴിൽ മേഖലകളെയും പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും. അതോടൊപ്പം ഈ പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കരിയറിനെ രൂപപ്പെടുത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സുകളെക്കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കുകയും ഗ്രാജുവേറ്റ് തലത്തിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം 1 ഇയർ 6 മന്ത്സ് ഷോർട്ട് ടൈം കോഴ്സുകളായിട്ട് ഇത്തരം കോഴ്സുകൾ ആഡ് ഓൺ ആയിട്ട് വെക്കുകയും ചെയ്യുക. വരാൻ പോകുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം മേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ആ അർത്ഥത്തിൽ എല്ലാ മേഖലയും, നാനോ ടെക്നോളജി ആയിക്കോട്ടെ, മെഡിക്കൽ റോബോട്ടിക്സ് ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആയിക്കോട്ടെ, സോളാർ എനർജി ആയിക്കോട്ടെ, ഏതിനെയും ഈ അർത്ഥത്തിൽ നിലവിലുള്ള ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുടെ ആഡ് ഓൺ കോഴ്സായിട്ട് നമുക്ക് വെക്കാം. മെക്കട്രോണിക്സും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത്തരം കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് ഒരു ആഡ് ഓൺ കോഴ്സുകളായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഗ്രാജുവേറ്റ് തലത്തിൽ റോബോട്ടിക്സ് എടുക്കുന്നതിനേക്കാൾ നല്ലത് കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ കഴിഞ്ഞതിന് ശേഷം 6 മാസത്തെയോ 1 വർഷത്തെയോ ഹ്രസ്വകാല കോഴ്സുകളായി അതിനോട് ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അങ്ങനെ വരുമ്പോൾ ഇത്തരം കോഴ്സുകൾ ചെയ്യുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത്തരം കോഴ്സുകൾ ആഡ് ഓൺ ആയി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അവർക്ക് കീഴിലുള്ള 2 എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഹ്രസ്വകാല ആഡ് ഓൺ കോഴ്സായി മെക്കട്രോണിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഒക്കെ കൊടുത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഡേറ്റ അനലിറ്റിക്സ് പോലുള്ള കോഴ്സുകൾ. സത്യത്തിൽ ഈ കോഴ്സുകളെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുടെ ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ കമ്പ്യൂട്ടർ സയൻസോ മെക്കാനിക്കലോ അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസോ BCA ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആഡ് ഓൺ കോഴ്സുകളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്തരമൊരു രീതിയിലുള്ള തിരഞ്ഞെടുപ്പായിരിക്കും ഏറ്റവും നന്നാവുക.
ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യം വിജ്ഞാനിയാവുക എന്നതാണ്. വിജ്ഞാനിയാകുന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് വിവേകിയാവുക എന്നത്. വിജ്ഞാനവും വിവേകവും സമന്വയിക്കുകയും അത് ഇതര മനുഷ്യർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ സംഭാവന ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാഫല്യത്തിലേക്ക് എത്തുന്നു എന്ന് പറയാം. ശ്രീകാന്ത് ജച്ചിരേക്കർ എന്നൊരാളുണ്ട്. ശ്രീകാന്ത് ജച്ചിരേക്കർ വളരെ പ്രഗത്ഭനായ ഒരാളാണ്. അദ്ദേഹമാണ് ഏഷ്യയിലെ ഏറ്റവും ക്വാളിഫൈഡായ വ്യക്തി എന്ന റെക്കോർഡിനുടമ. നിരവധി 11ഓളം 20ഓളം ബിരുദാനന്തര ബിരുദങ്ങളും ഡോക്ടറേറ്റുകളും MBBSഉം ഇൻ്റർനാഷണൽ ലോയിൽ LLMഉം അതിലുപരിയായി IPSഉം അത് രാജിവെച്ച് എഴുതി നേടിയ IASഉം അത് രാജിവെച്ച് നേടിയ തിരഞ്ഞെടുപ്പ് വിജയവും 14 വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയാവുകയും ഒക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. ഒരു കാർ അപകടത്തിൽ മരിച്ചു. അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെയും നേട്ടങ്ങളെയും പലപ്പോഴും നമ്മളൊക്കെ നോക്കിക്കാണാറുള്ളത്. ലോകത്തിൽ അത്തരം നേട്ടങ്ങൾ സ്വായത്തമാക്കിയ ആളുകൾ അവരുടെ പ്രതിഭയുടെയും ബൗദ്ധിക ശേഷിയുടെയും മാത്രം മികവിലല്ല, അവർക്കുണ്ടായിരുന്ന കഠിനമായ അർപ്പണബോധത്തിൻ്റെയും അധ്വാനശീലത്തിൻ്റെയും കൂടി ഫലമാണ് അവർ നേടിയ നേട്ടങ്ങളുടെ ആകത്തുക. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലം 25 വർഷക്കാലമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത അർപ്പണബോധത്തോടു കൂടിയാണ് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നത്. 12ഓളം സ്കൂളുകളും 12ൽ പരം കോളേജുകളുമുള്ള ഒരു ബൃഹത്തുമായ വിദ്യാഭ്യാസ ശൃംഖല. ദീർഘവീക്ഷണത്തോടുകൂടി 1/4 നൂറ്റാണ്ടിന് മുൻപ് ആരംഭിച്ച ഈ പ്രസ്ഥാനമാകട്ടെ അതിൻ്റെ വിജയ വഴികളിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറാകാതെ അധ്യയനത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. സ്കൂൾ തലത്തിലെ വിദ്യാർത്ഥികളെയാകട്ടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാർത്ഥികളെയാകട്ടെ കൃത്യമായ ഗോൾ സെറ്റിംഗ് നടത്താൻ പാകത്തിൽ ലക്ഷ്യവേദിയായ രീതിയിൽ പഠനം നടത്തുവാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വാട്ട് ഈസ് MGM ആൻഡ് വൈ MGM? എന്താണ് MGM അല്ലെങ്കിൽ എന്തുകൊണ്ട് MGM? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നിങ്ങളുടെ മുന്നിലുള്ള MGM എന്ന വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. KP ഹോർമിസാണ് വർഷങ്ങൾക്ക് മുൻപ് ഫെഡറൽ ബാങ്ക് ആരംഭിച്ചത്. ആ ഫെഡറൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ 45 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജോലി രാജിവെച്ച് പ്രവാസ ലോകത്തേക്ക് യാത്രയായി. സുൽത്താനേറ്റ് ഓഫ് ഒമാനിലെ തൻ്റെ പ്രവാസ ജീവിതം അദ്ദേഹത്തെ ഒരു വിജയിയാക്കി തീർത്തു. ഗീവർഗീസ് യോഹന്നാൻ എന്ന ആ ധിഷണാശാലി നഡാൻ ട്രേഡിംഗ് കമ്പനി എന്ന പ്രസ്ഥാനം ആരംഭിക്കുകയും അത് ഇന്ന് ഒമാനിലെ ഏറ്റവും പ്രഗത്ഭമായ ഏറ്റവും പ്രശസ്തമായ ബിൽഡിംഗ് ഓർഗനൈസേഷൻ, കൺസ്ട്രക്ഷൻസ്, ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ സമാഹരണമായി മാറുകയും ചെയ്തു. അപരർക്കു വേണ്ടി കൂടി തുടിക്കുമ്പോഴാണ് ഒരുവൻ്റെ ഹൃദയം കൂടുതൽ സാർത്ഥകമായി മാറുന്നത്. മറ്റുള്ളവർക്കു വേണ്ടി കൂടി ഉണരേണ്ടതാണ് നമ്മുടെ പുലരികൾ. ശ്രീ ഗീവർഗീസ് യോഹന്നാൻ സ്വന്തം നാട്ടിലെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ തൽപരരായ പ്രഗത്ഭരായ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ സാമ്പത്തിക പരാധീനതകൾക്കപ്പുറം മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി 1994 കൊട്ടാരക്കരയിൽ MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ആരംഭിക്കുന്നു. 25ഓളം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ വിദ്യാലയമാണ്, ആ CBSE സ്കൂളാണ് MGM വിദ്യാഭ്യാസ ശൃംഖലയിലെ ആദ്യത്തെ സ്ഥാപനം. ഇന്ന് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്തി നിൽക്കുന്ന വിപുലമായ വിദ്യാഭ്യാസ ശൃംഖല എന്ത് എന്ന് നമുക്ക് നോക്കാം. എറണാകുളത്തും വളാഞ്ചേരിയിലുമാണ് MGM എഞ്ചിനീയറിംഗ് കോളേജുകൾ. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, IT എന്നിങ്ങനെ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെയുള്ള എല്ലാ കോഴ്സുകളും ഉണ്ട് എന്നതിനോടൊപ്പം കേരളത്തിൽ വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ, എന്നീ ട്രേഡുകളിലും എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട്. കെമിക്കലും മെക്കട്രോണിക്സും കേരളത്തിൽ വളരെ വളരെ ചുരുക്കം കോളേജുകളിൽ മാത്രമുള്ള കോഴ്സുകളാണ് എന്നോർമ്മിക്കുക. പോളിടെക്നിക്കുകൾ, 3 പോളിടെക്നിക്കുകൾ ഉള്ളത് കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലാണ്.
ഡിപ്ലോമയിൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള ഡിപ്ലോമ കോഴ്സുകളടങ്ങിയ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ നിലവാരമുള്ള പോളിടെക്നിക്കുകളാണ് കിളിമാനൂർ, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലുള്ളത്. 4 ഫാർമസി കോളേജുകൾ കിളിമാനൂർ, എറണാകുളം, വളാഞ്ചേരി, കണ്ണൂർ. D.Pharm-ഉം B.Pharm-ഉം അഭ്യസിപ്പിക്കുന്ന 4 ഫാർമസി കോളേജുകളുണ്ട് MGM-ന്. തിരുവനന്തപുരത്ത് കണിയാപുരത്തുള്ള MGM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് BA, BCom, MCom, BBA എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മികച്ച പഠന നിലവാരവും അധ്യയന നിലവാരവുമുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണിയാപുരത്ത്. അങ്ങനെ 4 നൂറ്റാണ്ടുകൊണ്ട് 25ഓളം സ്ഥാപനങ്ങളുമായി MGM എന്ന വിദ്യാഭ്യാസ ശൃംഖല മുന്നോട്ട് കുതിക്കുമ്പോൾ അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കോ വിദ്യാർത്ഥികളോടുള്ള അർപ്പണബോധത്തിനോ 1% പോലും പിന്നാക്കം പോകൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. കാരണം +2 പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിചാരിക്കുന്ന രീതിയിൽ, അഭിരുചിക്കൊത്ത രീതിയിൽ ഉയർന്ന പഠനം, സാങ്കേതിക പഠനം സാധ്യമാകാതെ വരുന്ന കുട്ടികൾക്കായി MGM സിൽവർ ജൂബിലി സ്കോളർഷിപ്പ് ഒരുക്കി കഴിഞ്ഞു. MGM സിൽവർ ജൂബിലി സ്കോളർഷിപ്പ് +2വിന് മികച്ച മാർക്ക് വാങ്ങുന്ന സാമ്പത്തിക പരാധീനതയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി ഉപരിപഠനത്തിന്, എഞ്ചിനീയറിംഗ് അടക്കമുള്ള ഉപരിപഠനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് MGM, എന്താണ് MGM എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാനീ പറഞ്ഞത്. ഇനി കൂടുതൽ പ്രവേശന വിവരങ്ങൾ അറിയുവാൻ www.mgmtc.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ചില വിളക്കുകൾ പ്രകാശിക്കും. ആ വിളക്കുകളുടെ പ്രകാശം ഒരു സമൂഹത്തിന് മുഴുവൻ സമ്മാനിക്കാൻ കഴിയുമ്പോഴാണ് അത് സാമൂഹിക വെളിച്ചം അഥവാ സോഷ്യൽ ലൈറ്റ് ആയി മാറുന്നത്. MGM വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ വഴികാട്ടിയും വെളിച്ചവും തന്നെയാണ്. സാൽവഡോർ ഡാലി എന്ന മഹാനായ ചിത്രകാരൻ, ആളൊരു ഷീസോഫ്രീനിയാക്ക് ഒക്കെ ആയിരുന്നു, ചെറിയൊരു കിറുക്കൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പിൽ, ആത്മകഥാക്കുറിപ്പിൽ എഴുതുന്നു, ഒരു പ്രഭാതത്തിൽ ഞാൻ കരിയിലകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു. നോക്കിയപ്പോൾ എന്തോ തിളങ്ങിക്കിടക്കുന്നു താഴെ. എന്താണ് ആ തിളക്കമെന്നറിയാൻ വേണ്ടി ഞാൻ അടുത്തു ചെന്നപ്പോൾ പോയ രാത്രിയിൽ ആകാശത്ത് നിന്ന് അടർന്നു വീണ ഒരു നക്ഷത്രത്തുണ്ടായിരുന്നു അത്. ഞാൻ എൻ്റെ കുപ്പായത്തിൻ്റെ നീളൻ കീശയിൽ ആ നക്ഷത്രത്തുണ്ടെടുത്തിട്ടു. വീട്ടിൽ പോയി ഒരു വലിയ സ്ഫടിക ജാറിൽ ഞാൻ ആ നക്ഷത്രം നിക്ഷേപിച്ചു. പിന്നെ എൻ്റെ ജീവിതത്തിൽ വൈദ്യുത വിളക്കുകൾ എനിക്ക് പ്രകാശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ദാലിയുടേത് വിഭ്രമാത്മകമായ ഒരു കൽപ്പനയായിരിക്കാം, മതിവിഭ്രമത്തിൻ്റെതായ ഒരു കൽപ്പനയായിരിക്കാം. MGM ആകട്ടെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്ത്, സോഷ്യൽ എഡ്യൂക്കേഷണൽ കാഴ്ചപ്പാടുകളിൽ കേരളത്തിൽ ഒരു നക്ഷത്ര തിളക്കം സമ്മാനിക്കുന്നു. ആ നക്ഷത്ര തിളക്കം, വിദ്യാഭ്യാസം എന്നത് വരും കാലത്തിൻ്റെ പ്രകാശഗോപുരങ്ങളെ വാർത്തെടുക്കൽ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവോടുകൂടി നടത്തുന്ന ഒരു വഴികാട്ടലാണ്. ആ വഴികാട്ടൽ നമ്മുടെ ആകാശത്തിൽ വെളിച്ചമുണ്ടാക്കും, പ്രഭയുണ്ടാക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുതന്നെയാണ് ആദ്യം പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. വൈ MGM ആൻഡ് വാട്ട് ഈസ് MGM? അടുത്ത വർഷം എറണാകുളത്തും വളാഞ്ചേരിയിലും MGM ആർക്കിടെക്ചറൽ കോളേജുകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓർക്കുക, MGM കോളേജുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ വിശദ വിവരങ്ങൾക്കായി www.mgmtc.in എന്ന വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. വിജ്ഞാനത്തിൻ്റെ പ്രകാശവഴിയിൽ നിങ്ങളുടേതായ ഇടം സ്വന്തമാക്കുക. ഇന്ന് ഈ നവമാധ്യമത്തിലൂടെ MGM വിജയപാതയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരുംകാല വഴികളിൽ വിജയം മനോഹരവും ഒപ്പം ശരിയായതും ആയ അർത്ഥത്തിൽ ആർജിക്കുവാൻ പാകത്തിൽ നിങ്ങൾ വളരണം എന്ന് നിങ്ങളെ ആശംസിക്കുമ്പോൾ ആ ആശംസകൾക്ക് പിന്നിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും അക്ഷയമായ സ്വത്തുക്കൾ നിങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. വഴിയൊരുക്കലാണ് പ്രധാനം. പണ്ട് എല്ലാം നഷ്ടപ്പെട്ട കുറേ സഞ്ചാരികൾ ഒരു യാത്ര പോയപ്പോൾ, വീടും കൂടും കുടിലും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർ യാത്ര പോയപ്പോൾ മുതുകത്ത് ഒരു പഴയ തുണിസഞ്ചിയിൽ ഉണങ്ങിയ റൊട്ടിക്കഷ്ണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് വിശക്കുമ്പോൾ കഴിക്കാൻ.
മരുഭൂമിയിലൂടെയും സമതലത്തിലൂടെയും യാത്ര ചെയ്യണം, പകലിലും രാത്രിയിലും യാത്ര ചെയ്യണം. കാരണം യാത്രയുടെ ലക്ഷ്യം എങ്ങോട്ടെന്നറിയില്ല. ദുർഘടം പിടിച്ച വഴികളിലൂടെ ഏതെങ്കിലും ഒരു അഭയസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ യാത്ര ചെയ്തു പോയ ആ സഞ്ചാരികൾ വല്ലാതെ തളർന്നവശ്യരായിരുന്നു. ഒരു രാത്രി കൂരിരുട്ടിൽ യാത്ര ചെയ്യുമ്പോഴാകട്ടെ കാലുകളിൽ കൂർത്ത കല്ലുകൾ തറച്ചു കയറി ചോരയിരിക്കുന്നുണ്ടായിരുന്നു. കല്ലുകളെല്ലാം കാലുകളിൽ നിന്ന് അടർത്തി താഴെയിട്ട് അവർ യാത്ര ചെയ്തപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മാത്രം കാലുകളിൽ തറച്ചു കയറിയ കൂർത്ത മൂർച്ചയേറിയ കല്ലുകൾ ഊരിയെടുത്ത് തൻ്റെ ഭാണ്ഡത്തിൽ നിക്ഷേപിച്ചിട്ട് യാത്ര തുടർന്നു. മറ്റുള്ളവർ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അയാൾ പറഞ്ഞു, നമുക്ക് ശേഷം ഇനിയും ഇതിലെ സഞ്ചാരികൾ യാത്രക്കാർ വരാനില്ലേ? അവരും ഇതുപോലെ ഇരുട്ടത്ത് സഞ്ചരിക്കാൻ ചിലപ്പോൾ നിർബന്ധിതരായേക്കും. അവരുടെ വഴികളിൽ അവരുടെ കാൽപാദങ്ങളിൽ തറച്ചു കയറാതിരിക്കാൻ ഈ കൂർത്ത കല്ലുകൾ ഞാൻ മാറ്റുകയാണ്. എൻ്റെ ഭാണ്ഡത്തിൽ സൂക്ഷിച്ച് മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കാനായി കരുതുകയാണ്. അപ്പോഴാ യാത്രക്കാർ അയാളെ കളിയാക്കി വീണ്ടും. ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടതിൻ്റെ വിഭ്രാന്തമായ മാനസിക വ്യഥയും ഭാരവും നമ്മളെ അലട്ടുമ്പോൾ വരുംകാല തലമുറയ്ക്ക് വേണ്ടി കല്ലുകൾ പറക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നായി മറ്റുള്ളവർ. അത് കൂസാക്കാതെ അദ്ദേഹം തൻ്റെ പ്രവൃത്തി തുടർന്നു. പ്രഭാതമായപ്പോൾ സൂര്യനുദിച്ചപ്പോൾ അവരെവിടെയോ എത്തിയ പാടെ സൂര്യോദയത്തിൽ അവർ ചെന്നിരുന്നു. ഒരു സമതലത്തിലിരുന്ന് കടുത്ത വിശപ്പ് കാരണം എല്ലാവരും ഭാണ്ഡം അഴിച്ച് അതിനകത്തെ പൊതിക്കെട്ടിലുള്ള ഉണങ്ങിയ റൊട്ടിക്കഷണങ്ങൾ കഴിക്കാനെടുത്തു. എല്ലാവരുടെയും തുണിസഞ്ചികളിൽ ഉണങ്ങിയ റൊട്ടിക്കഷണങ്ങളുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞ സഞ്ചാരിയുടെ തുണിഭാണ്ഡത്തിൽ റൊട്ടിക്കഷണങ്ങളോടൊപ്പം കല്ലുകളുണ്ട്, കൂർത്ത മൂർച്ചയേറിയ കല്ലുകൾ. ആ കല്ലുകൾ കയ്യിലെടുത്തപ്പോൾ അയാളും മറ്റുള്ളവരും ഞെട്ടി. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അപൂർവങ്ങളായ രത്നക്കല്ലുകളായിരുന്നു അത്. പോയ ദിവസം രാത്രിയിൽ അവർ നടന്നത് രത്നക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു. വരും തലമുറയ്ക്കു വേണ്ടി കൂർത്ത മൂർച്ചയേറിയ കല്ലുകൾ മാറ്റി വഴി സുഗമമാക്കുക എന്നത് ഏതു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ഏതു വിദ്യാഭ്യാസ പ്രവർത്തകൻ്റെയും അറിവിനെക്കുറിച്ച് ചിന്തിക്കുന്ന സാമൂഹിക ബോധമുള്ള ഏതു പൗരൻ്റെയും ധർമ്മമാണ്, കടമയാണ്. വരും കാലത്തിന് വഴിയൊരുക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ധർമ്മവും. അൽഗോർ എന്ന മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞതുപോലെ, മൈ ബിഗസ്റ്റ് അംബീഷൻ ഈസ് ടു ഹെൽപ്പ് ടു ക്രിയേറ്റ് എ ബെറ്റർ വേൾഡ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ ദാൻ വാട്ട് വി ഹാവ് എൻജോയ്ഡ്. നമ്മൾ ആസ്വദിച്ചതിനേക്കാൾ കൂടുതൽ മനോഹരമായ ഒരു ലോകം നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് സമ്മാനിക്കുവാൻ വേണ്ടി നമ്മളാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നതാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരവും മധുരോദാരവുമായ സ്വപ്നം. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ അറിയുവാൻ, നിങ്ങളെ പാകപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഇന്നത്തെ ഈ വെബിനാർ. അറിവിനെ ആലിംഗനം ചെയ്യുവാനും അത് ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്തായി കണ്ട് വിജയത്തിൻ്റെ വഴികളിലേക്ക് നിങ്ങളെ നയിക്കുവാൻ വിജ്ഞാനമാണ് മാർഗമെന്ന് തിരിച്ചറിയുവാനും, സ്വതന്ത്രമായ വീക്ഷണങ്ങളും മികച്ച വിദ്യാഭ്യാസവും നേടിയ വർത്തിയായ പൗരന്മാരായി ഈ വിശ്വത്തിനെ നയിക്കുവാൻ കരുത്തുള്ളവരായി നിങ്ങൾ മാറുകയും ചെയ്യുന്നതാണ് എന്നെപ്പോലുള്ള ഓരോ മനുഷ്യരുടെയും സ്വപ്നം. ആ സ്വപ്നത്തിനു വേണ്ടിയാണ് ഈ ദിവസത്തെ ഈ വെബിനാറിൽ നിങ്ങളാകുന്ന പൂക്കൾക്ക് ജീവിതത്തിൻ്റെ പൂന്തോട്ടത്തിൽ ഇച്ഛാശക്തിയുടെ കാകളി കർമ്മത്തിൻ്റെ കാഹളമൂതി വരുംകാലത്തിൻ്റെ പടവുകൾ വിജയഭേരിയോടെ ചവിട്ടിക്കയറുവാൻ പാകപ്പെടണം എന്നാഗ്രഹിക്കുന്നത്. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രവേശനം, അഡ്മിഷൻ ആരംഭിക്കുകയാണ്. ആ അഡ്മിഷന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ടോൾ ഫ്രീ നമ്പറോ ഫോൺ നമ്പറോ ഒക്കെ ഈ ലൈവിൽ ചിലപ്പോൾ എഴുതി കാണിക്കുന്നുണ്ടാകും. മികച്ച രീതിയിലുള്ള പഠനം സ്വന്തമാക്കുവാൻ മികച്ച സ്ഥാപനത്തിൽ തന്നെ പഠിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു, നിങ്ങളുടെ തലമുറ വിജ്ഞാനികളുടെ, വിവേകികളുടെ, വിജയികളുടെ ഒരു വലിയ കൂട്ടായ്മയായി മാറുന്നത്. നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സ്വത്തായി മാറുന്നത്. അതിനുമപ്പുറം ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തുന്ന ഒരു മഹാവൃക്ഷമായി ഈ ലോകം മാറുമ്പോൾ ആ ലോകത്തിലെ ഏറ്റവും നിറവും മണവും രുചിയുമുള്ള ഫലങ്ങളും പൂക്കളുമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ മാറുന്ന കിനാവ് എനിക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. MGM വിജയപാത കണ്ടതിന് സന്തോഷം. നിങ്ങളുടെ വിജയങ്ങൾ കാണുവാൻ ശരിയായ മാർഗങ്ങൾ
നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ വിജയങ്ങൾ കണ്ടാനന്ദിക്കുവാൻ കാത്തിരിക്കുന്ന കണ്ണുകളും കാതോർത്തിരിക്കുന്ന മനസ്സുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം GS പ്രദീപ്.